Parthenogenesis. This call is now being recorded. Okay, parthenogenesis. Fertilization, we had dealt with fertilization in detail in the last class. അല്ലെ, അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഓരോരോ പ്രോസസ്സസും എത്ര ഘട്ടങ്ങളിലൂടെ കടന്നു പോയാലാണ് സക്സസ്ഫുൾ ആയിട്ട് ഒരു ഫെർട്ടിലൈസേഷൻ നടക്കുന്നതെന്നും നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി. ഇനി നമ്മൾ പാർത്തനോജെനസിസ് എന്ന് പറഞ്ഞൊരു സംഭവത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാൻ ഉദ്ദേശിക്കുന്നത്. വാട്ട് എക്സാക്ട്ലി ഈസ് പാർത്തനോജെനസിസ്? പാർത്തനോജെനസിസ് എന്ന് പറഞ്ഞാൽ ഇവിടെയും ഒരു എന്താ പറഞ്ഞ, ഇറ്റ് ഇസ് അസോസിയേറ്റഡ് വിത്ത് റീപ്രൊഡക്ഷൻ എന്ന് പറയാം, പക്ഷേ ഇറ്റ് ഇസ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് വേണം പറയാനായിട്ട്. അതായത് ഇവിടെ മെയിലും ഫീമെയിലും വന്ന് ചേർന്ന് അവിടെ മെയിലിന്റെയും ഫീമെയിലിന്റെയും ഗാമീറ്റ്സ് റിലീസ് ചെയ്ത് ആ ഗാമീറ്റ്സിന്റെ ഫ്യൂഷൻ അങ്ങനെയൊന്നും ഇവിടെ നടക്കുന്നില്ല. ഇറ്റ് ഇസ് ജസ്റ്റ് ദ ഡെവലപ്മെന്റ് ഓഫ് ആൻ എഗ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ നടക്കാണ്ട് ഒരു എഗ് ഒരു ഇൻഡിവിജ്വൽ ആയി മാറുന്ന ഒരു പ്രോസസ്സിനാണ് പാർത്തനോജെനസിസ് എന്ന് പറയുന്നത്. ആ പാർത്തനോജെനസിസ് എന്ന് പറഞ്ഞ ഫിനോമിന പെർഫോം ചെയ്യുന്ന ഇൻഡിവിജ്വൽസിന് അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായി വരുന്ന ഇൻഡിവിജ്വൽസിന് പാർത്തനോജെനസിസ് വഴി അഥവാ ഫെർട്ടിലൈസേഷന്റെ അഭാവത്തിൽ ഉണ്ടായി വരുന്ന ഇൻഡിവിജ്വൽസിനെ നമ്മൾ പാർത്തനോട്ട് എന്ന് വിളിക്കുന്നു. ഇത് നാച്ചുറൽ ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ലോവർ ഫോംസിൽ വളരെ കോമൺ ആണ്. ഓക്കെ, ഈവൻ ഇൻ മാമൽസ് ഇറ്റ് ഡസ് ഓക്കർ. ഇറഗുലാരിറ്റീസ് ഉണ്ടാവുമ്പോൾ നടക്കുന്ന ഒരു ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ ഇൻ മാമൽസ് നമുക്ക് പറയാൻ പറ്റത്തില്ല. അബ്നോർമൽ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ മാമൽസ് നമുക്ക് പറയാം. ഇൻ ലോവർ ഫോംസ് നോർമൽ ഫോം ഓഫ് റീപ്രൊഡക്ഷൻ ആണ് പല ലോവർ ഫോംസ് ഓഫ് ഓർഗാനിസത്തിൽ. ഇനി അതിന്റെ ടൈപ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് നാച്ചുറൽ പാർത്തനോജെനസിസ് അഥവാ സ്പോണ്ടേനിയസ് പാർത്തനോജെനസിസ്. നാച്ചുറൽ ആയിട്ട് നടക്കുന്ന, സ്പോണ്ടേനിയസ്ലി ഇൻ നേച്ചർ നടക്കുന്ന കണ്ടീഷനാണ് നാച്ചുറൽ ഓർ സ്പോണ്ടേനിയസ് പാർത്തനോജെനസിസ്. അതായത് നമ്മുടെ ഇന്റർവെൻഷൻ ഒന്നും ഇല്ലാണ്ട് നമ്മൾ ഒരു എൻവയൺമെന്റ് ചേഞ്ച് അല്ലെങ്കിൽ നമ്മൾ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തിട്ട് പാർത്തനോജെനസിസ് ഇൻഡ്യൂസ് ചെയ്യുന്ന അവസ്ഥയല്ല, സാധാരണയായി ഇൻ നേച്ചർ നടക്കുന്ന കണ്ടീഷൻ. അതിനെ തന്നെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിന്റെ ക്രോമസോം നമ്പറിന്റെ ബേസിലാണ്. അത് ഇതിൽ തന്നെ നിങ്ങൾ കാണുന്നുണ്ടാവും, ഹാപ്ലോയിഡ് ഡീപ്ലോയിഡ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അപ്പൊ ക്രോമസോം നമ്പറിന്റെ സെറ്റ് അനുസരിച്ചാണ് ഇതിനെ ഹൗ മെനി സെറ്റ്സ് ഓഫ് ക്രോമസോംസ് അതെ അത് വെച്ചിട്ടാണ് ഇതിനെ ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. അതിൽ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ നമുക്ക് ആദ്യം നോക്കാം. അർഹെനോടോക്കി ഓർ ഹാപ്ലോയിഡ് parthenogenesis. Arhenotoky or haploid parthenogenesis. Here, what is happening is, here what is happening is, നമ്മുടെ egg, ഞാൻ പറഞ്ഞു egg without fertilization ആണ് ഡെവലപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. So, what is happening is, എഗിന്റെ ക്രോമസോം നമ്പർ എത്രയാണ്? ഇറ്റ് ഇസ് ജസ്റ്റ് മിസ്സിന്റെ രണ്ട് ഇതും ഓപ്പൺ ആയി കിടക്കുക വീഡിയോ. ഓക്കെ ഓക്കെ ഫൈൻ. എഗ് ഇസ് എൻ കണ്ടീഷൻ ആണ് അല്ലേ? ഒരു സെറ്റ് ഓഫ് ക്രോമസോമേ എഗിന്റെ നമ്മൾ ജീൻസ് നോക്കിയാൽ ഒരു സെറ്റേ കാണത്തുള്ളൂ. ഹാപ്ലോയിഡ് കണ്ടീഷനിലാണ് ഇരിക്കുന്നത് അല്ലേ? ആ എഗ് ഡയറക്ട്ലി വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ അത് എഗ് ഒരു എംബ്രിയോ ആയി മാറുന്നു. എൻ നമ്പർ ഉള്ള ഒരു എംബ്രിയോ ആയി മാറുന്നു. ആ എൻ നമ്പർ ഉള്ള എംബ്രിയോ എൻ നമ്പർ ഉള്ള ഒരു അഡൾട്ടായി മാറുന്നു. മനസ്സിലായോ? എഗ് എന്ന് പറയുന്ന എൻ കണ്ടീഷനിലാണ് ഇരിക്കുന്നത് അല്ലെ? ഒരു സെറ്റേ ഉള്ളൂ. ആ ഒരു സെറ്റുള്ള എഗ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ അത് ഒരു എംബ്രിയോ ആയി മാറുന്നു. സാധാരണഗതിയിൽ എംബ്രിയോ ആവാനായിട്ട് ഫെർട്ടിലൈസേഷൻ നടക്കണം, ഫ്യൂഷൻ നടക്കണം. എഗ്ഗും സ്പെർമും ഇത് ഫ്യൂഷൻ നടക്കാണ്ട്, ഫെർട്ടിലൈസേഷൻ നടക്കാണ്ട് അത് എംബ്രിയോ ആയി മാറുന്നു. ആ എംബ്രിയോ അഡൾട്ടായി മാറുന്നു. അഡൾട്ടിനും വെറും ഹാപ്ലോയിഡ് സെറ്റ് ഓഫ് ജീൻസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്ന ഹാപ്ലോയിഡ് ഇൻഡിവിജ്വൽസ് സാധാരണഗതിയിൽ നാച്ചുറൽ അഥവാ സ്പോണ്ടേനിയസ് പാർത്തനോജെനസിസില് സാധാരണഗതിയിൽ മെയിൽ
ഫോംസ് ആയിട്ടാണ് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഓക്കെ, നാച്ചുറൽ പാർത്തനോജൻസിസ് എക്സിബിറ്റ് ചെയ്യുന്ന ഹാപ്ലോയിഡ് പാർത്തനോജൻസിസ് കാണിക്കുന്ന പാർത്തനോട്സ് യൂഷ്വലി മെയിൽ ഇൻഡിവിജ്വൽസ് ആയിട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അതേസമയം സാധാരണ ഈ ഓർഗാനിസത്തിലൊക്കെ തന്നെ സാധാരണ ഫെർട്ടിലൈസേഷനും നടക്കുന്നുണ്ടാവും. സാധാരണ ഫെർട്ടിലൈസേഷനിലൂടെ കടന്നുപോയി നോർമൽ റീപ്രൊഡക്ഷനിലൂടെ കടന്നു പോകുന്ന ഇൻഡിവിജ്വൽസ് ഡിപ്ലോയിഡ് ഇൻഡിവിജ്വൽസ് സാധാരണ ഡിപ്ലോയിഡ് അഡൾട്ട്സ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. അതായിരിക്കും ഫീമെയിൽ ആയിട്ട് മാറുന്നത്. അത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? എന്താണ് ഈ ഹാപ്ലോയിഡ് പാർത്തനോജൻസിസ് എന്നുള്ള കാര്യം മനസ്സിലായോ? അതായത് N നമ്പറുള്ള എഗ് N അഡൾട്ടായി മാറുന്നു. അതിനാണ് ഹാപ്ലോയിഡ് പാർത്തനോജൻസിസ് എന്ന് പറഞ്ഞാൽ യൂഷ്വലി N കണ്ടീഷനിൽ ഡെവലപ്പായി വരുന്ന പാർത്തനോട്ട് മെയിൽ ഫോംസ് ആയിട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, ആ ഇൻഡിവിജ്വൽസിൽ തന്നെ സാധാരണ ഫെർട്ടിലൈസേഷൻ വഴി ഡെവലപ്പായി വരുന്ന ഇൻഡിവിജ്വൽസ് ഫീമെയിൽ ആയിട്ട് മാറുന്നു. ഇങ്ങനെ ഒരു കണ്ടീഷൻ പല ഇൻസെക്ട്സിലും നമ്മൾ കാണുന്നുണ്ട്. ഫോസെ ഹണിബി വാസ്പ് മുതലായ ഇൻഡിവിജ്വൽസിൽ ഇത് നമ്മൾ കണ്ടുവരുന്ന ഒരു നാച്ചുറൽ ഫിനോമിനയാണ്. ഓക്കെ, അപ്പൊ ദാറ്റ് ഇസ് ഇറ്റ് അബൌട്ട് an എക്സാമ്പിൾ ഒക്കെ നിങ്ങൾക്ക് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. യു ക്യാൻ റീഡ് ത്രൂ ദാറ്റ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ഇൻ ദ വാട്സ്ആപ്പ്. ഫൈൻ. Next type of natural parthenogenesis is teletochy അഥവാ diploid parthenogenesis. ഇവിടെ ക്രോമസോം നമ്പർ എത്രയാണ്? 2 ആയിരിക്കും. 2 സെറ്റ് ക്രോമസോം ഇവരുടെ കയ്യിലുണ്ടാവും. മറ്റത് N നമ്പർ ആണെങ്കിൽ ഇത് 2N നമ്പർ ആണ് കാണുന്നത്. ഇവിടെ എല്ലാ ഓവയും ആ ഇൻഡിവിജ്വൽസ് ഈ പറഞ്ഞ ടെലിടോക്കി എക്സിബിറ്റ് ചെയ്യുന്ന ഇൻഡിവിജ്വൽസ്, അങ്ങനെ റീപ്രൊഡക്ഷൻ നടത്തുന്ന ഇൻഡിവിജ്വൽസ് ഡീപ്ലോയിഡ് എഗ്സ് ആയിരിക്കും റിലീസ് ചെയ്യുന്നത്. ഡീപ്ലോയിഡ് എഗ്സ് എന്ന് പറഞ്ഞാൽ 2N കണ്ടീഷനിലായിരിക്കും അവരുടെ എഗ് ഇരിക്കുന്നത് എന്ന് സാരം. 2N കണ്ടീഷനിൽ. ഓക്കെ, അപ്പൊ 2N കണ്ടീഷനിൽ എഗ് ഇരിക്കണമെങ്കിൽ എന്ത് സംഭവിക്കണം? അതിനുള്ള റീസൺസ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ക്ലാസിഫിക്കേഷനെ കൂട്ടാം. തരം തന്നെയാണ്. ടെലിടോക്കിയുടെ ഡിഫറെന്റ് ടൈപ്സ് ആണ് താഴത്തേക്ക് മാർക്ക് ചെയ്തേക്കുന്നത്. ടെലിടോക്കി 2 തരമുണ്ട്. എങ്ങനെ ഈ ഡീപ്ലോയിഡ് കണ്ടീഷനിൽ എഗ് ഇരിക്കും? 2N കണ്ടീഷനിൽ N ഇരിക്കണമെങ്കിൽ ഉള്ള അവസ്ഥകളാണ് ഈ പറഞ്ഞത്. ഒന്നെങ്കിൽ മിയോസിസ് നടക്കത്തില്ല. മിയോസിസിന്റെ ഫസ്റ്റ് സ്റ്റേജ് ആയ റിഡക്ഷൻ ഡിവിഷൻ നടക്കുന്നതുകൊണ്ടല്ലേ 2N കണ്ടീഷനിൽ ഉണ്ടായിരുന്ന ആ പ്രൈമറി oocyte N കണ്ടീഷനിലേക്ക് മാറുകയും ഒരു പോളാർ ബോഡി റിലീസ് ചെയ്യുകയും ചെയ്യുന്നത് മിയോസിസ് നടക്കുന്നതുകൊണ്ടാണ്. അപ്പൊ മിയോസിസ് നടക്കാത്ത ഒരു അവസ്ഥയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡീപ്ലോയിഡ് എഗ്ഗിനെ നമുക്ക് കിട്ടും. ഫൈൻ, അത് 1 കണ്ടീഷൻ. മിയോസിസിന്റെ ആബ്സെൻസിലാണ് നടക്കുന്നതെങ്കിൽ വി സേ അമിയോട്ടിക് ടെലിടോക്കി. ആ ടൈപ്പ് ഓഫ് ടെലിടോക്കി എന്ന് പറയും. ഇനി രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ടെലിടോക്കി എന്ന് പറയുന്നത് മിയോസിസ് നടക്കുന്നുണ്ട്, മിയോട്ടിക് ടെലിടോക്കി തന്നെയാണ്, പിന്നെ എങ്ങനെയാ 2N കണ്ടീഷനിൽ നിൽക്കുന്നത്? അവിടെ വീണ്ടും അത് 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്നെങ്കിൽ റെസ്റ്റിറ്റ്യൂഷൻ മൂലം നടക്കുന്നതാകാം, അല്ലെങ്കിൽ ഓട്ടോ ഫെർട്ടിലൈസേഷൻ മൂലം നടക്കുന്നതാകാം. ഇവിടെ റെസ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ചാൽ ഈ ഒരു പ്രോസസ്സിൽ സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാൽ, വീണ്ടും നമ്മൾ ആ ഊജനസിസ് ഒന്ന് മനസ്സിൽ സങ്കല്പിക്കുക. ഊജനസിസ് എന്തായിരുന്നു? ഊജനസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സിൽ എന്തായിരുന്നു നടന്നുകൊണ്ടിരുന്നത്? ജസ്റ്റ് എ മിനിറ്റ്, ലെറ്റ് മീ ഗെറ്റ് ദാറ്റ് സ്ലൈഡ്. നമ്മുടെ പഴയ സ്ലൈഡ് ഒന്ന് എടുത്തോട്ടെ. ഊജനസിസിൽ നമ്മൾ പ്രൈമറി oocyte ഉണ്ടായ കാര്യവും സെക്കൻഡറി oocyte ഉണ്ടാവുന്ന കാര്യവും ഒക്കെ നമ്മൾ പഠിച്ചതാണ്. റൈറ്റ്? Are you able to see the screen? സ്ക്രീൻ കാണുന്നുണ്ടോ? ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യുമോ? കാണാൻ പറ്റുന്നില്ല. ജസ്റ്റ് മിനിറ്റ്.
നോട്ട് ഏബിൾ. ഞാൻ ഒന്നുകൂടെ ഷെയർ ചെയ്യാം. ഇപ്പോ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഓക്കെ, ഫൈൻ. യാ, സോ വി വർ ടെല്ലിങ് അബൌട്ട് റെസ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ. മിയോസിസിന്റെ ഈ ഊജനസിസ് സ്റ്റേജില് അമിയോട്ടിക് ടെലിറ്റോക്കിയാണ് നടക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കുന്നു പറഞ്ഞ മിയോസിസ് നടക്കുന്നില്ല, ഈ റിഡക്ഷൻ ഈ കണ്ടീഷനിൽ തന്നെ മുന്നോട്ട് പോവാം. ഇവിടെ ചുമ്മാ മൈറ്റോസിസ് നടന്ന് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ കണ്ടീഷനിലായിരിക്കില്ല എഗ്ഗ് കിട്ടുന്നത്. അതാണ് അമിയോട്ടിക്. മിയോസിസിന്റെ അഭാവത്തിൽ ടെലിറ്റോക്കി എന്ന പ്രോസസ് മിയോസിസിന്റെ അഭാവത്തിലാണ് നടക്കുന്നതെങ്കിൽ അമിയോട്ടിക് ടെലിറ്റോക്കി എന്ന് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് ടൈപ്പ് മിയോട്ടിക് ടെലിറ്റോക്കിയാണ് നമ്മൾ പറഞ്ഞത്. മിയോട്ടിക് ടെലിറ്റോക്കി എന്ന് പറഞ്ഞാൽ മിയോസിസ് നടക്കുന്നുണ്ട്. ഓക്കെ, മിയോസിസ് നടക്കുന്നുണ്ട്, പക്ഷെ അതിന്റെ റീസൺസ് വേറെ പലതുമാണ്. അത് വെച്ചിട്ടാണ് നമ്മൾ രണ്ടായിട്ട് വീണ്ടും തരംതിരിച്ചേക്കണേ, റെസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഓട്ടോ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞു. റെസ്റ്റിറ്റ്യൂഷനിൽ നടക്കുന്നത് ഈ പറഞ്ഞ പോലെ പ്രൈമറി യൂസൈറ്റ് 2n കണ്ടീഷനിലുള്ള പ്രൈമറി യൂസൈറ്റ് അത് ഡിവൈഡ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഫൈൻ, അത് ഡിവൈഡ് ഒക്കെ ചെയ്യുന്നുണ്ട്, രണ്ടായിട്ട് മാറുന്നുണ്ട്. രണ്ടായിട്ട് മാറുന്ന വെച്ചാൽ 2n കിട്ടുന്നുണ്ട്. പക്ഷെ ഇത് ഡിവിഷൻ ഇസ് നോട്ട് കംപ്ലീറ്റ്. അഥവാ ഒരു ഡിവിഷൻ, സെൽ ഡിവിഷൻ കംപ്ലീറ്റ് ആവണമെങ്കിൽ അതിന്റെ കാരിയോകൈനസിസും നടക്കണം, സൈറ്റോകൈനസിസും നടക്കണം അല്ലെ. ന്യൂക്ലിയസിന്റെ ഡിവിഷനും നടക്കണം, സൈറ്റോപ്ലാസ്മത്തിന്റെ പ്ലാസ്മിക് ഡിവിഷനും കംപ്ലീറ്റ് ആയിട്ട് നടക്കണം. എന്നാൽ മാത്രമേ രണ്ട് സെല്ലായിട്ട് അത് മാറത്തുള്ളൂ. ഈ റെസ്റ്റിറ്റ്യൂഷന്റെ കേസിൽ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ കാരിയോകൈനസിസ് നടക്കുന്നുണ്ട്. ഓക്കെ, ന്യൂക്ലിയസ് രണ്ടായിട്ട് മാറുന്നുണ്ട്, 2n കിട്ടുന്നുണ്ട്, പക്ഷെ അതിന്റെ സൈറ്റോപ്ലാസം രണ്ടായിട്ട് മാറുന്നില്ല. സൈറ്റോപ്ലാസ്മിക് ഡിവിഷൻ, സൈറ്റോകൈനസിസ് കംപ്ലീറ്റ് ആയിട്ട് നടക്കാത്ത കാരണം ഒരു സെല്ലിന്റെ ഉള്ളിലാണ് 2n വേറെ വേറെ ആയിട്ട് കിടക്കുന്നത്. ഇപ്പൊ ചുരുക്കി പറഞ്ഞ 2n കണ്ടീഷൻ തന്നെയല്ലേ അവിടെ കിടക്കുന്നത്. ഓക്കെ, ദാറ്റ് ഇസ് വാട്ട് ഇസ് ഹാപ്പനിങ് ഇൻ റെസ്റ്റിറ്റ്യൂഷൻ. ഇനി രണ്ടാമത്തെ തരമായ ഓട്ടോ ഫെർട്ടിലൈസേഷനിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ സാധാരണ ഈ പറഞ്ഞ പോലെ മ്യൂസിസ് നടക്കുന്നു, 2 n നമ്പറിലുണ്ട് 2 എണ്ണം കിട്ടുന്നു അല്ലെ. നമ്മുടെ സെക്കൻഡറി യൂസൈഡിനെയും ഫസ്റ്റ് പോളാർ ബോഡിനെയും കിട്ടുന്നു. അത് പിന്നെയും ഇറ്റ് അണ്ടർഗോസ് സിമ്പിൾ ഡിവിഷൻ, മൈറ്റോസിസ് നടന്ന് വീണ്ടും അത് വാട്ട് ഹാപ്പൻസ്, അത് ഓവോ അടുത്ത പോളാർ ബോഡി ആയിട്ട് ഡിവൈഡ് ചെയ്ത് മാറുന്നു. അങ്ങനെയല്ലേ സംഭവിക്കുന്നത്. എന്നിട്ട് ഈ ഓവമാണ് സ്പേമായിട്ട് ഫ്യൂസ് ചെയ്ത് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. ഇവിടെ ഓട്ടോ ഫെർട്ടിലൈസേഷൻ നടക്കണം. അതായത് ഓവം ഒരു സ്പേമും ആയിട്ടല്ല ഫെർട്ടിലൈസ് ചെയ്യണത്, ഓവം ഈ പോളാർ ബോഡി ആയിട്ട് അങ്ങ് ഫെർട്ടിലൈസ് ചെയ്യും. ഓക്കെ, ഓവം പോളാർ ബോഡി ആയിട്ട് ഫെർട്ടിലൈസ് ചെയ്യും. ദാറ്റ് ഇസ് വാട്ട് ഇസ് ഹാപ്പനിങ് in the case of auto fertilization. Hope that is clear. മനസ്സിലായോ? ഈ പാർത്തനോജെനിസിന്റെ ഈ ഒരു ഫസ്റ്റ് ഭാഗം മനസ്സിലായോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യണം, അല്ലെങ്കിൽ ഐ വോണ്ട് അണ്ടർസ്റ്റാൻഡ് ഇഫ് യു അണ്ടർസ്റ്റുഡ് ഓർ നോട്ട്. യെസ് യു ഡിഡ്. ഓക്കെ, ഫൈൻ, താങ്ക് യു. ഇപ്പൊ സ്ക്രീൻ കാണുന്നുണ്ടോ? Okay, fine. So natural parthenogenesis അഥവാ സ്പോണ്ടേനിയസ് പാർത്തനോജെനിസിസും അതിന്റെ ടൈപ്സും ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞ് തീർത്തത്. ഓക്കെ, ഒന്നുകൂടെ അത് ബ്രീഫ് ചെയ്യാം. നാച്ചുറലിന് 2 മെയിൻ ടൈപ്സ് ആണുള്ളത്, ഹാപ്ലോയിഡും ഡിപ്ലോയിഡും, based on the number of sets of chromosome they are having. ഈ ഡിപ്ലോയിഡ് വീണ്ടും അമിയോട്ടിക് ബിയോട്ടിക് ആയിട്ട് തരംതിരിച്ചേക്കുന്നു. മിയോട്ടിക് വീണ്ടും രണ്ടായിട്ടും ഡിവൈഡ് ചെയ്യപ്പെടുന്നുണ്ട്, റെസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഓട്ടോ ഫെർട്ടിലൈസേഷൻ. നെക്സ്റ്റ് ഇറ്റ് ഈസ് ആർട്ടിഫിഷ്യൽ അഥവാ ഇൻഡ്യൂസ്ഡ് പാർത്തനോജെനിസിസ് ആണ്. ആർട്ടിഫിഷ്യൽ അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് പാർത്തനോജെനിസിസ് ആസ് ദ നെയിം സജസ്റ്റ്, പിന്നെ അതിന്റെ സബ് ഡിവിഷനിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലെ. ഇറ്റ് ഇസ് ഫർദർ ഡിവൈഡ് ഇൻടു മെക്കാനിക്കൽ, കെമിക്കൽ ആൻഡ് ഫിസിക്കൽ ആർട്ടിഫിഷ്യൽ പാർത്തനോജെനിസിസ്. അപ്പൊ എന്തുകൊണ്ടായിരിക്കും
എക്സ്റ്റേണൽ മീൻസ് മുഖേന നമ്മൾ ഇൻഡ്യൂസ് ചെയ്യുകയാണ്. ആർട്ടിഫിഷ്യൽ കണ്ടീഷൻസ് മൂലം പാർത്തനോജനസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സിനെ നമ്മൾ കൃത്രിമമായി ഇൻഡ്യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ വി കോൾ ഇറ്റ് ആർട്ടിഫിഷ്യൽ ഓർ ഇൻഡ്യൂസ്ഡ് പാർത്തനോജനസിസ്. ഈ ഇൻഡ്യൂസിങ് ഏജൻസ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ മെക്കാനിക്കൽ, കെമിക്കൽ ആൻഡ് ഫിസിക്കൽ ഏജൻസിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാവുന്ന. ഫോർ സേ മെക്കാനിക്കൽ ഏജൻസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു നീഡിൽ എടുത്ത് കുത്തുകയാണ്, അതായത് ഒരു എന്താണ് സ്റ്റിമുലേറ്റഡ് ആയിട്ടുള്ള ഒരു എഗ്ഗിനെ, ഓക്കെ, ഒരു ഓവത്തിനെ ഫുള്ളി മെച്യൂർ ആയിട്ട് റിലീസ് ചെയ്യപ്പെട്ട ഓവത്തിനെ നമ്മൾ പാർത്തനോജനസിസ് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു പ്രിക്ക് കൊടുക്കുകയാണ്. ഇതൊക്കെ എക്സ്പെരിമെന്റ്സ് ചെയ്തേക്കുന്നതാണ്. പ്രിക്ക് കൊടുക്കുമ്പോഴത്തേക്കും ഇറ്റ് ഗെറ്റ്സ് ആക്ടിവേറ്റഡ്. ഒരു സ്പേം ഒന്ന് ഇടിക്കുന്ന പോലത്തെ ഒരു സ്റ്റിമുലസ് അതിന് കിട്ടുകയാണ്. ആൻഡ് എഗിന്റെ ഉള്ളിലത്തെ ബാക്കി ആക്ടിവേഷൻ പ്രോസസ് വിൽ സ്റ്റാർട്ട് ആൻഡ് പാർത്തനോജനസിസ് വിൽ ഒക്കർ. ഇങ്ങനെയുള്ള മെക്കാനിക്കൽ ഏജൻസ് മുഖേനയാണ് അല്ലെങ്കിൽ മെക്കാനിക്കൽ ഇൻഡ്യൂസേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ വി കോൾ ഇറ്റ് മെക്കാനിക്കൽ ആർട്ടിഫിഷ്യൽ പാർത്തനോജൻസ്. അല്ല, കെമിക്കൽ ഇൻഡ്യൂസേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യണമെങ്കിലോ, ചില കെമിക്കൽസ് നമ്മൾ യൂസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ചില ഹൈപ്പർട്ടോണിക് ഓർ ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻസ്, സീ വാട്ടർ ചില സമയത്ത് അതിന് ഇൻഡ്യൂസർ ആയിട്ട് ആക്ട് ചെയ്യാറുണ്ട്. ലാക്റ്റിക് ആസിഡ്, ബ്യൂട്രിക് ആസിഡ്, ഒലീക് ആസിഡ്, യൂറിയ, സൂക്രോസ് മുതലായ കെമിക്കൽസ് ആണ് നമ്മൾ സഹായത്തോടെയാണ് നമ്മൾ ഇൻഡ്യൂസ് ചെയ്യണമെങ്കിൽ കെമിക്കൽ ആർട്ടിഫിഷ്യൽ പാർത്തനോജൻസിസ്. ഇതുമല്ല, ഫിസിക്കൽ ഏജൻസിന്റെ സഹായത്തോടെയാണ് നമ്മൾ പാർത്തനോജൻസിസ് ഇൻഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ, ഫിസിക്കൽ ഏജൻസ് മീൻസ് വാട്ട്? ഒരു ഹീറ്റ് ഷോക്ക് കൊടുക്കുക, ഒരു ടെമ്പറേച്ചർ ഷോക്ക്, അല്ലെങ്കിൽ ഒരു കോൾഡ് ഷോക്ക് കൊടുക്കുക, അല്ലെങ്കിൽ അൾട്രാ വയലറ്റിന്റെ റേസിന്റെ സഹായത്തോടെയാണ് ഇൻഡക്ഷൻ നടത്തുന്നത്. ഇതെല്ലാം ഫിസിക്കൽ കാറ്റഗറിയിൽ വരുന്നു. That is it about the artificial parthenogenesis. Okay. ഇനി കംപ്ലീറ്റ് പാർത്തനോജനസിസ്. കംപ്ലീറ്റ് ആയിട്ട് പാർത്തനോജനസിസ്, കംപ്ലീറ്റ് അല്ലെങ്കിൽ ഒബ്ലിഗേറ്ററി എന്ന് പറഞ്ഞൊരു ടേം കൂടി ഇവിടെയുണ്ട്, ഞാനത് വിട്ടുപോയതാണ്. കംപ്ലീറ്റ് അഥവാ ഒബ്ലിഗേറ്ററി പാർത്തനോജനസിസ്. കംപ്ലീറ്റ് അല്ലെങ്കിൽ ഒബ്ലിഗേറ്ററി പാർത്തനോജനസിസ് എന്ന് പറഞ്ഞാൽ ഈ ഓർഗാനിസത്തില് വേറെ ഒരു വിധത്തിലും അതിന് റീപ്രൊഡക്ഷൻ നടക്കാൻ വഴിയില്ല. ഓക്കെ, ഒരു അഡീഷണൽ മെത്തേഡ് അല്ല ഈ ഓർഗാനിസത്തിന്റെ കേസിൽ. കംപ്ലീറ്റ് പാർത്തനോജനസിസ് എക്സിബിറ്റ് ചെയ്യുന്ന ഓർഗാനിസംസ് എന്ന് പറഞ്ഞാൽ യൂഷ്വലി ചില ക്ലാഡോസെറൻസ് ഒക്കെയാണ് അത് കാണിക്കുന്നത്. ലോവർ ഫോംസ് ആണ് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് പാർത്തനോജനസിസിൽ മാത്രം ആശ്രയിക്കുന്നത്. അവർക്ക് വേറെ ഒരു വിധത്തിലും റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവില്ല. കംപ്ലീറ്റ്ലി ദേ റിലൈ ഓൺ പാർത്തനോജനസിസ് ഫോർ റീപ്രൊഡക്ഷൻ. ദാറ്റ് ഇസ് കംപ്ലീറ്റ് അല്ലെങ്കിൽ ഒബ്ലിഗേറ്ററി പാർത്തനോജനസിസ്. വാട്ട് അബൌട്ട് ഇൻകംപ്ലീറ്റ് അല്ലെങ്കിൽ സൈക്ലിക് അല്ലെങ്കിൽ ഫാക്കൽറ്റേറ്റീവ് പാർത്തനോജനസിസ് എന്ന് വെച്ചാൽ അതിന്റെ വൺ ഓഫ് ദ മീൻസ് ഓഫ് റീപ്രൊഡക്ഷൻ മാത്രമാണ് പാർത്തനോജനസിസ് എന്ന് പറയുന്നത്. അവർക്ക് വേറെ മീൻസ് ഓഫ് റീപ്രൊഡക്ഷൻ ഉണ്ട്. അത് സെക്ഷൽ മീൻസ് ആകാം, വേറെ അസെക്ഷൽ മീൻസ് ആകാം. ഇങ്ങനെയും അവർക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഇൻഡിവിജ്വൽസിനാണ് ഇൻകംപ്ലീറ്റ് അല്ലെങ്കിൽ ഫാക്കൽറ്റേറ്റീവ് അല്ലെങ്കിൽ സൈക്ലിക് പാർത്തനോജനസിസ് എക്സിബിറ്റ് ചെയ്യുന്ന ഇൻഡിവിജ്വൽസ് എന്ന് നമ്മൾ പറയുന്നു. Now what is its significance? Significance, പാർത്തനോജനസിന് എന്തെങ്കിലും സിഗ്നിഫിക്കൻസ് ഉണ്ടോ? ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ മീൻസ് ഓഫ് റീപ്രൊഡക്ഷൻ. അതുകൊണ്ട് തന്നെ അത് സിഗ്നിഫിക്കന്റ് ആണ്. രണ്ടാമത്തെ ഒരു സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് സ്റ്റെറൈൽ ആയിട്ടുള്ള ചില ഓർഗാനിസംസ് കാണും. സ്റ്റെറൈൽ എന്ന് പറഞ്ഞാൽ എന്താ? സെക്ഷൽ റീപ്രൊഡക്ഷൻ പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല. അതിന്റെ എന്തെങ്കിലുമൊക്കെ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ആവാം, ഓവത്തിന്റെ സ്പേമിന്റെ ഒക്കെ എന്തെങ്കിലും ഇൻകേപ്പബിലിറ്റീസ് ആകാം. ഇങ്ങനെയുള്ള ഇൻഡിവിജ്വൽസിനൊക്കെ റീപ്രൊഡക്ഷൻ പോസിബിൾ ആവുന്നുണ്ട്. കാരണം എന്താ? ദേ ഡോണ്ട് നീഡ് ദിസ് ഫ്യൂഷൻ ഓഫ് ദ മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമറ്റ്സ്. ഫീമെയിലിന്റെ ഗ്യാമറ്റ് കൊണ്ട് മാത്രം അതിന് അടുത്ത ജനറേഷനെ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഈ സ്റ്റെറിലിറ്റി എന്ന പ്രോബ്ലം ഫേസ് ചെയ്യുന്ന ഇൻഡിവിജ്വൽസിന് ഒരു ആശ്വാസമാണ് ഈ പറഞ്ഞ പാർത്തനോജനസിസ് എന്ന് പറഞ്ഞ നേച്ചറിന്റെ ഈ ഫിനോമിന. നമ്മൾ ആർട്ടിഫിഷ്യലിയും അവരിൽ നമുക്ക് ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ ആർട്ടിഫിഷ്യലി ഇൻഡ്യൂസ് ചെയ്യണതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഹയർ ഓർഗാനിസമില് പാർത്തനോജനസിസ് ഇൻഡ്യൂസ് ചെയ്യുക എന്നുള്ളത് അതിന്റെ സക്സസ് റേറ്റ് വളരെ ലോ ആണ്. കണ്ടിട്ടുണ്ട്, നോട്ടീസ് ചെയ്തിട്ടുണ്ട്, നമുക്ക് എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ബട്ട് സക്സസ് റേറ്റ് ഇസ് വെരി ലോ കമ്പയർഡ് ടു ദ ലോവർ ഫോംസ്. പിന്നെ വേറെ ഒരു സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ പാർത്തനോജനസിസില്
Sexual reproduction, we know it is a highly energy consuming process. നമ്മളുടെ ഹോൾ ജീവിതം നോക്കുമ്പോഴത്തേക്കും ഏത് ഓർഗാനിസത്തിന്റെ ആണെങ്കിൽ സെക്ഷൽ റീപ്രൊഡക്ഷന് വേണ്ടിയുള്ള എനർജി കൺസംഷൻ, അതിനു വേണ്ടി ബോഡിയിൽ ഉണ്ടാകുന്ന ഒത്തിരി മാറ്റങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഒത്തിരി എക്സ്പെൻസ് ഉള്ള, ബോഡിക്ക് ഒത്തിരി എനർജിയും ഒത്തിരി അഡ്ജസ്റ്റ്മെന്റ്സും നടത്തുന്ന ഒരു പ്രോസസ്സാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. ബട്ട് ദ കേസ് ഓഫ് പാർത്തനോജെനിസിസ് ഇറ്റ്സ് എ കമ്പാരിറ്റീവ്ലി സിമ്പിൾ പ്രോസസ്. അപ്പൊ ഇത്രയും ഒരു എക്സ്പെൻസ് നമുക്ക് എനർജിയൊക്കെ സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ് പാർത്തനോജെനിസിസ്. പിന്നെ സെക്സ് റേഷ്യോ കൺട്രോൾ ചെയ്യാനായിട്ട് പാർത്തനോജെനിസിന് ഒരു വലിയ റോളുണ്ട്, എസ്പെഷ്യലി ഇൻ ദ സ്മോളർ ഫോംസ്. ഞാൻ പറഞ്ഞു എസ്പെഷ്യലി ഹാപ്ലോയിഡ് പാർത്തനോജെനിസിസ് ഒക്കെ ഞാൻ പറഞ്ഞു. ഹാപ്ലോയിഡ് പാർത്തനോജെനിസിസ് വഴി ഉണ്ടായി വരുന്നത് യൂഷ്വലി മെയിൽ ഫോംസ്, n നമ്പറുള്ള അഡൾട്ടായി വരുന്ന മെയിൽ ഇൻഡിവിജ്വൽസ്. അപ്പൊ പാർത്തനോജെനിസിസ് നോർമൽ ഫെർട്ടിലൈസേഷൻ വഴി ഉണ്ടാവുന്ന ഇൻഡിവിജ്വൽസ്, ഇത് രണ്ടും ഒരു പ്രൊപ്പോർഷനിൽ കയറണം അല്ലെ. അപ്പൊ പാർത്തനോജെനിസിസ് മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ് റേഷ്യോ ഡിറ്റർമൈൻ ചെയ്യാൻ ഒരു റോൾ കൂടി, അതിലൊരു റെഗുലേറ്ററി റോൾ കൂടി ഇത് വഹിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്നത്. പിന്നെ ഇതിനെന്തെങ്കിലും പോരായ്മകളുണ്ടോ? പോരായ്മകൾ ഡെഫിനറ്റ്ലി ഉണ്ട്. പോരായ്മ എന്ന് പറയുന്നത് ഇത് വേരിയേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല അല്ലെ. ആ എഗിന്റെ എന്താണോ ആ ഒരു സെറ്റ് ഓഫ് ജീനുള്ള ആ ഒരു കോമ്പിനേഷൻ ഉള്ള ഇൻഡിവിജ്വൽ ഉണ്ടായി വരുന്നത്. അപ്പൊ പുതിയ കോമ്പിനേഷൻ നമുക്ക് കിട്ടുന്നില്ല. പുതിയ കോമ്പിനേഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ അഡാപ്റ്റീവ് കണ്ടീഷൻസ് ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. പിന്നെ ഈ ഉണ്ടായി വരുന്ന ഇൻഡിവിജ്വൽസ് സ്റ്റെറൈൽ ഫോംസ് ആകാനുള്ള സാധ്യതയും വളരെ ഹൈ ആണ്. ഇതൊക്കെയാണ് ഇതിന്റെ ഡ്രോബാക്സ് എന്ന് നമുക്ക് എടുത്തു പറയാൻ പറ്റും. So far is it clear? Parthenogenesis എന്ന ഒരു essay, it is over. We are moving forward. Is it clear? Please നിങ്ങൾ പറയുകയോ ചാറ്റ് ബോക്സിൽ ഇടുകയോ എന്തെങ്കിലും ഒന്ന് ചെയ്താൽ I can move forward. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എസ്സേ ആണ്. അപ്പൊ നിങ്ങൾ എസ്സേ എഴുതുമ്പോഴത്തേക്കും അതിന്റെ ഓക്കെ ഫൈൻ, ഈ പറഞ്ഞ ഡിവിഷൻസ് എല്ലാം സഹിതം ഇതിനൊക്കെ എക്സാമ്പിൾസിനെ എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതിന് ഫിഗേഴ്സ് കാണിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ പ്രൈമറി യൂസൈറ്റ്, സെക്കൻഡറി യൂസൈറ്റ്, അതിന് എന്താ സംഭവിക്കുന്നത് എന്നുള്ളതൊക്കെ കാണിച്ചിട്ടുണ്ട്. മിസ് ഈ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ അതുപോലെ വേണം നിങ്ങൾ ആ ഫിഗർ റഫ് ഡയഗ്രംസും കൂടെ കൂട്ടി വേണം നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് എസ്സേയിൽ എടുത്തെഴുതാൻ. ഇനി ഗ്യാസ്ട്രുലേഷൻ. അപ്പൊ ഗ്യാസ്ട്രുലേഷനിലേക്ക് വരുന്നതിന് മുന്നേ കുറച്ച് ഭാഗങ്ങൾ അതാ ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് സെമിനാർസ് എടുക്കേണ്ട ഭാഗങ്ങളാണ് അവിടെ കിടക്കുന്നത്. സോ വി ഹാഡ് മെൻഷൻഡ് അബൌട്ട് ഫെർട്ടിലൈസേഷൻ. നമ്മുടെ എഗ്ഗും സ്പേമും മീറ്റ് ചെയ്ത് ഒരു സൈഗോട്ട് ഉണ്ടായി അല്ലേ. ആ സൈഗോട്ട് it will start undergoing divisions, cleavages. Okay, at equal intervals അത് പല cleavages, divisions undergo ചെയ്ത് സിംഗിൾ സെൽ ആയിരുന്ന ആ സൈഗോട്ട് എന്ത് സംഭവിക്കുന്നു? It develops into ഒരു ബ്ലാസ്റ്റുല. ബ്ലാസ്റ്റുലയ്ക്ക് മുന്നേ ഒരു സ്റ്റേജ് ഉണ്ട്, മൊറുല്ല എന്ന് പറയും. ഓക്കെ, അപ്പൊ സിംഗിൾ സെല്ലായിരുന്ന ആ സൈഗോട്ട് എന്ന് പറഞ്ഞ ഫോം, ഓക്കെ, സൈഗോട്ട് എന്ന് പറഞ്ഞ ഫോം ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ അതിനെ എംബ്രിയോ എന്നാ വിളിക്കണേന്ന് നമുക്കറിയാം. ആ എംബ്രിയോയില് പല ഡിവിഷൻസ് കഴിയുമ്പോഴത്തേക്കും 16 സെല്ലുള്ള ഒരു സ്റ്റേജ് ആയി മാറും. ഒരു മുന്തിരിക്ക് കൊല തൂങ്ങിക്കിടക്കുന്ന പോലെ, അല്ലെങ്കിൽ അത്രയും ഒരു ക്ലസ്റ്റർ ഓഫ് സെൽസ് ആയിട്ട് ഒരു 16 സെൽ സ്റ്റേജ് ആയി മാറും. അതിനാണ് മൊറില്ല എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ബഞ്ച് ഓഫ് സെൽസ് മൊറുല്ല ആയി മാറുന്നത്. ആ മൊറുല്ല ഇറ്റ്സ് ഡെവലപ്സ് ഇൻ ടു എ ബ്ലാസ്റ്റുല. അത് കുറച്ചുകൂടെ ഓർഗനൈസ്ഡ് ആയിട്ട് ആ സെൽസ്, ക്ലസ്റ്റർ ഓഫ് സെൽസ് കുറച്ചുകൂടെ ഓർഗനൈസ്ഡ് ആയിട്ട് എന്താ ഒരു ഔട്ടർ ലെയർ ഓഫ് സെൽസ്, ഇന്നർ ലെയർ ഓഫ് സെൽസ്, ഇന്നർ സെൽ മാസും ഔട്ടർ സെൽ ലെയറുമായിട്ട് ഡിഫറൻഷിയേറ്റ് ബ്ലാസ്റ്റുല എന്ന് പറഞ്ഞൊരു സ്ട്രക്ചർ ആയിട്ട് ഫോം ചെയ്യുന്നു. ഈ ബ്ലാസ്റ്റുലയുടെ ഷേപ്പ് പല ഓർഗാനിസത്തിലും വേറെ പോലെയാണ്. പല ടൈപ്സ് ഓഫ് ബ്ലാസ്റ്റുല ഉണ്ട്. അതൊക്കെ നിങ്ങളുടെ സെമിനാർ ടോപ്പിക്സ് ആണ്. ഓക്കെ, അങ്ങനെ ഈ ബ്ലാസ്റ്റുല സ്റ്റേജിൽ നിന്ന്
ബ്ലാസ്റ്റുല സ്റ്റേജിൽ നിന്ന് ഗ്യാസ്ട്രുല സ്റ്റേജിലേക്ക് മാറുന്നു. ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാറുമ്പോഴത്തേക്കും പ്രധാനമായിട്ട് വരുന്ന മാറ്റം, ബ്ലാസ്റ്റുല സ്റ്റേജ് ആർന്നപ്പോ ആകെ അതിന് ഉള്ളിലെ ഒരു കൂട്ടം സെല്ലുണ്ട്. ഓക്കെ, ആ ഉള്ളിലെ സെല്ല് ബ്ലാസ്റ്റോസീൽ എന്ന് പറഞ്ഞൊരു ക്യാവിറ്റിയുടെ ഭാഗത്തായിരിക്കും. ഉള്ളിലൊരു ഗ്രൂപ്പ് ഓഫ് സെൽസ് ഉണ്ട്. പിന്നെ ഒരു കവറിങ് ഔട്ടർ സെൽ ലെയറും കാണും. അവിടെ വേറെ ഡിഫറൻസിയേഷൻ ഒന്നും നടക്കുന്നില്ല. ഇങ്ങനെ രണ്ട് ലെയർ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒറ്റ ലെയറിന്റെ ഉള്ളിൽ കുറെ സെൽസ് സ്റ്റാക്ക് ചെയ്ത് വെച്ചേക്കുന്ന. പിന്നെ ഇവിടെ ഒരു പോറ് കാണും, ഒരു ക്യാവിറ്റി ഉണ്ട്, ബ്ലാസ്റ്റോ സീൽ എന്ന് പറഞ്ഞൊരു സ്പേസിന്റെ ഉള്ളിലാണ് ഇതിനെ വെച്ചേക്കുന്നത്. ബോഡി ക്യാവിറ്റി എന്ന് നമുക്ക് പറയാം. ഈ ബ്ലാസ്റ്റുല സ്റ്റേജിൽ നിന്ന് ഗ്യാസ്ട്രുല സ്റ്റേജിലേക്ക് മാറുന്നതിനാണ് ഗ്യാസ്ട്രുലേഷൻ എന്ന് പറയുന്നത്. ഗ്യാസ്ട്രുലേഷൻ, ആ പ്രോസസ്സിനെ, ആ എംബ്രിയോണിക് പ്രോസസ്സിനാണ് ഗ്യാസ്ട്രുലേഷൻ എന്ന് പറയുന്നത്. ഇവിടെ സംഭവിക്കുന്നത് ഈ ബ്ലാസ്റ്റുലയിൽ ഉണ്ടായിരുന്ന സെൽസിനൊക്കെ ഒരു റീഅറേഞ്ച്മെന്റ്, ഒരു റീഓർഗനൈസേഷൻ, ഒരു ഡിസ്പ്ലേസ്മെന്റ് ഒക്കെ നടന്ന് ഒരു പുതിയ കോലത്തിലേക്ക് അതായി മാറുക. നോക്കിക്കേ, അതിന് കുറച്ച് സ്പെസിഫിക് ആയിട്ട് ലെയേഴ്സ് കയറുക. ഓക്കെ, ലെയേർഡ് സ്ട്രക്ചർ ആയിട്ട് അത് മാറുക. ഓക്കെ, എക്ടോഡേം, എൻഡോഡേം, എക്ടോഡേമും എൻഡോഡേമും എല്ലാ ഓർഗാനിസംസിനും ഉണ്ടാവും. ഹയർ ഫോംസ് ആകുമ്പോഴത്തേക്കും ആയിരിക്കും അതിന് ഇടയ്ക്ക് വേറെ ഒരു ലെയറായ മീസോഡേമും വരും. എന്തായാലും അത് സിംഗിൾ ലെയർ ആയിരുന്ന സാധനത്തിനെ ഡബിൾ അല്ലെങ്കിൽ ട്രിപ്പിൾ ലെയേർഡ് ആയിട്ടുള്ള, ഡബിൾ അല്ലെങ്കിൽ ട്രിപ്പിൾ ലെയേർഡ് ഫോം ആക്കി മാറ്റുന്നത് ഈ ഗ്യാസ്ട്രുലേഷൻ എന്ന പ്രോസസ്സിലൂടെയാണ്. മാത്രമല്ല, ഈ ബ്ലാസ്റ്റോസീൽ ഉണ്ടായിരുന്നു നമ്മൾ പറഞ്ഞു. അത് കൂടാണ്ട് ഒരു ഓപ്പണിങ്, പുറത്തേക്കുള്ള ഒരു ഓപ്പണിംഗ് ആയ ബ്ലാസ്റ്റോപോർ ഉണ്ടായി വരുന്നു. പിന്നെ ഉള്ളിലൊരു നമ്മുടെ ഗട്ട് അല്ലെങ്കിൽ എലിമെന്ററി കനാൽ ആയി മാറാൻ പോകുന്ന ഒരു ക്യാവിറ്റിയാണ് ഈ പറഞ്ഞ ആർക്കെൻഡ്രോൺ എന്ന് പറയുന്നത്. പ്രിമിറ്റീവ് ഗട്ട് എന്നറിയപ്പെടുന്ന ആർക്കെൻഡ്രോണിന്റെ ഡെവലപ്മെന്റ് ഗ്യാസ്ട്രുലേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിലാണ് നടക്കുന്നത്. ഓക്കെ, ഇതാണ് പ്രധാനമായിട്ടും ഗ്യാസ്ട്രുലേഷൻ നടക്കുന്നത്. അപ്പൊ ഗ്യാസ്ട്രുലേഷൻ വരെ എത്തണമെങ്കിൽ ഈ പറഞ്ഞ ക്ലീവേജ് സ്റ്റേജ് കഴിയണം, അല്ലെ? നമുക്ക് സൈഗോട്ടായിട്ട് നിൽക്കുന്ന അവസ്ഥയിലാണ് നമ്മൾ ഫെർട്ടിലൈസേഷൻ നിർത്തിയത്. അതിൽ നിന്ന് സെൽ ഡിവിഷൻസ്, അതിനാണ് ക്ലീവേജ് എന്ന് പറയുന്നത്. ക്ലീവേജുകൾ നടന്ന് അത് എംബ്രിയോ ആയി മാറും. ക്ലീവേജ് തുടങ്ങുമ്പോഴത്തേക്കും അതിനെ എംബ്രിയോ എന്ന് വിളിക്കുന്നു. പല ക്ലീവേജുകൾ നടക്കുന്നുണ്ട്. ക്ലീവേജ് കഴിഞ്ഞ് ബൊറുല്ല സ്റ്റേജ്, അത് കഴിഞ്ഞ് ബ്ലാസ്റ്റുല കഴിഞ്ഞിട്ടാണ് ഗ്യാസ്ട്രുലയിലേക്ക് കയറുന്നത്. ഓൾ ദോസ് ആർ ഈസിയർ പാർട്സ്. അതുകൊണ്ടാണ് ഞാൻ അത് ഇൻ ഡീറ്റെയിൽ പറയാത്തത്. നിങ്ങൾക്ക് സെമിനാർ കൊണ്ട് ഇറ്റ് വുഡ് ബി സഫിഷ്യന്റ്. ഓക്കെ, ഇപ്പൊ ഗ്യാസ്ട്രുലേഷനിലെ നമുക്ക് അറിയേണ്ടതായ കുറച്ച് കീ ടേംസ് അല്ലെങ്കിൽ കീ പ്രോസസ്സസ് ആണ് ഇവിടെ ഒന്ന് ഞാൻ ബോക്സ് ചെയ്ത് വെച്ചേക്കുന്നത്. ഗ്യാസ്ട്രുല എന്താന്ന് നമുക്ക് മനസ്സിലായി. ഈ പറഞ്ഞ ട്രൈ ലെയേർഡ് സ്ട്രക്ചർ ആണ്. ബ്ലാസ്റ്റുല കഴിഞ്ഞ് ഉണ്ടാകുന്ന ആ ഒരു എംബ്രിയോണിക് സ്റ്റേജിനെയാണ് നമ്മൾ ഗ്യാസ്ട്രുല എന്ന് വിളിക്കുന്നത്. പിന്നെ അതിന്റെ പ്രത്യേകതകളും ഇപ്പൊ പടത്തിൽ നമ്മൾ കണ്ടതാണ്, അല്ലെ? അതിൻ്റെ ഒരു ബ്ലാസ്റ്റോപോർ ഉണ്ട്, ട്രൈ ലെയർ ഉണ്ട്, ഒരു ആർക്കെൻഡ്രോൺ ഉണ്ടെന്നൊക്കെ നമുക്ക് മനസ്സിലായി. ട്രൈ ലെയർ വേണം നിർബന്ധമില്ല, ചിലപ്പോൾ ഡബിൾ ലെയർ മാത്രമേ കാണത്തുള്ളൂ, ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഓർഗാനിസം. ഇനി ഈ ഗ്യാസ്ട്രുല ഫോർമേഷനിൽ നടക്കുന്ന ഒരു പ്രധാന സംഭവമാണ് മോർഫോജനറ്റിക് മൂവ്മെന്റ്സ്. നേരത്തെ നമ്മൾ പറഞ്ഞു, ഇവിടെ കിടന്ന സെൽസിന്, ബ്ലാസ്റ്റുലയിൽ ഉണ്ടായിരുന്ന സെൽസ്, ആ സെൽസിന് കുറച്ച് റീഅറേഞ്ച്മെന്റ്, റീഓർഗനൈസേഷൻ ഒക്കെ നടന്നാണ് ഗ്യാസ്ട്രുല ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഈ സെൽസ് ചുരുക്കി പറഞ്ഞ അനങ്ങണോ, അല്ലെ? ഇതിൻ്റെതായ പൊസിഷനിൽ നിന്ന് മാറി വേറെ ചില പൊസിഷനുകളിലേക്ക് എത്തണം. ആ സെല്ലിന്റെ മൂവ്മെന്റിനെയാണ് മോർഫോജനറ്റിക് മൂവ്മെന്റ് എന്ന് പറയുന്നത്. ട്രൈ ലെയർഡ് ആണ്, ട്രൈ ലെയർ ഫോർമേഷൻ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ലെയർ ഫോർമേഷൻ നടക്കുന്നത്. സിംഗിൾ ലെയറിലാകുന്ന ബ്ലാസ്റ്റോഡേം, ബ്ലാസ്റ്റുലയുടെ ഈ ലെയർ ഓഫ് സെൽസിനെ ബ്ലാസ്റ്റോഡേം എന്നാണ് പറയുന്നത്. ബ്ലാസ്റ്റോഡേം സിംഗിൾ ലെയർ ആയിരുന്ന ബ്ലാസ്റ്റോഡേം 2 ലെയർ അല്ലെങ്കിൽ 3 ലെയർ ആയി മാറുന്ന ഗ്യാസ്ട്രുലേഷൻ പ്രോസസ്സിലൂടെയാണ്. പിന്നെ ഫോർമേഷൻ ഓഫ് ദ പ്രിമിറ്റീവ് ഗട്ട് അല്ലെങ്കിൽ ആർക്കെൻഡ്രോൺ നടക്കുന്നുണ്ട്. ഈ മോർഫോജനറ്റിക് മൂവ്മെന്റ്സ് നടക്കുന്ന വഴി ഉള്ളിലൊരു ക്യാവിറ്റി കൂടി ഉണ്ടായി വന്നാണ് അങ്ങനെ സംഭവിക്കുന്നത്. നെക്സ്റ്റ്
ഈ പറഞ്ഞ പോലെ മോർഫോജനറ്റിക് മൂവ്മെന്റ്സ് നടക്കുന്നുണ്ട്, റീഅറേഞ്ച്മെന്റ് നടക്കുന്നുണ്ട് നമ്മൾ പറഞ്ഞു. അപ്പൊ അതിന്റെ കീ പോയിന്റ്സ് ആണ്. ഇപ്പം ഗ്യാസ്ട്രുലേഷന്റെ കീ പോയിന്റ്സ് ആയിട്ട് നമുക്ക് ഇതൊക്കെ പറയാം. മോർഫോജനറ്റിക്സ് മൂവ്മെന്റ്സ് നടക്കുന്നുണ്ട്, റീഅറേഞ്ച്മെന്റ് ഓഫ് സെൽസ്, റീഅറേഞ്ച്മെന്റ് ഓഫ് ബ്ലാസ്റ്റോമിയേഴ്സ് നടക്കുന്നുണ്ട്. പിന്നെ ഡ്യൂറിങ് ദിസ് പ്രോസസ് ഓഫ് ഗ്യാസ്ട്രുലേഷൻ മെറ്റബോളിക് ചേഞ്ചസ്, സെൽസിൽ ഉണ്ടാവുന്ന മെറ്റബോളിക് ചേഞ്ചസ് ഇച്ചിരി ഇന്റൻസ് ആയിട്ടാണ് നടക്കുന്നത്. ആ സമയത്ത് ഗ്യാസ്ട്രുലേഷൻ സമയത്ത് ന്യൂക്ലിയൈ സെൽസിന്റെ ബ്ലാസ്റ്റോഡേമിലുള്ള ഓരോരോ സെല്ലിനെ വിളിക്കുന്നത് ബ്ലാസ്റ്റോമിയർ എന്നാണ്. ബ്ലാസ്റ്റോമിയർ ഒക്കെ അതിന്റെ ന്യൂക്ലിയൈ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും, പക്ഷെ ക്ലീവേജിന്റെ റേറ്റ് അഥവാ ഡിവിഷന്റെ റേറ്റ് ഇച്ചിരി സ്ലോവർ ആയിരിക്കും. കീമോ ഡിഫറൻസിയേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സ്റ്റേജ് കൂടിയാണ് ഗ്യാസ്ട്രുലേഷൻ എന്ന് പറയുന്നത്. കീമോ ഡിഫറൻസിയേഷൻ കൊണ്ടുണ്ട് ഉദ്ദേശിക്കുന്നത് സ്പെസിഫിക് ആയിട്ടുള്ള പുതുതായിട്ടുള്ള പ്രോട്ടീൻസിനെയൊക്കെ സിന്തസൈസ് ചെയ്യുന്ന സ്റ്റേജ് ആണ് ഗ്യാസ്ട്രുലേഷൻ എന്ന് പറയുന്നത്. ഇനി ഈ മോർഫോജനറ്റിക് മൂവ്മെന്റ്സ് ആണ് ഗ്യാസ്ട്രുലേഷൻ പോസിബിൾ ആക്കുന്നത് ഞാൻ പറഞ്ഞു. മോർഫോജനറ്റിക് മൂവ്മെന്റ്സ് എന്താ? ആ ബ്ലാസ്റ്റോമിയർ രൂപത്തിലിരുന്ന സെൽസിനെ മൂവ് ചെയ്ത് സെൽ മൂവ്മെന്റ് ഓഫ് സെൽസിനെയാണ് മോർഫോജനറ്റിക് മൂവ്മെന്റ്സ് എന്ന് പറയുന്നത്. ഗ്യാസ്ട്രുലൈന്റെ കോലത്തിലേക്ക് ബ്ലാസ്റ്റുലിനെ എത്തിക്കാൻ വേണ്ടി ബ്ലാസ്റ്റോമിയേഴ്സിന് ഉണ്ടാകുന്ന മൂവ്മെന്റ്, ബ്ലാസ്റ്റോമിയേഴ്സ് എങ്ങോട്ടൊക്കെ മൂവ് ചെയ്താണ് ഗ്യാസ്ട്രുല സ്റ്റേജിലേക്ക് എത്തുന്നത്, അതിനാണ് മോർഫോജനറ്റിക് മൂവ്മെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഗ്യാസ്ട്രുല ആവാൻ വേണ്ടി മാത്രമല്ല മോർഫോജനറ്റിക് മൂവ്മെന്റ്സ് നടക്കുന്നത്. ഫർദർ ഓൺ ഇങ്ങനെ ഗ്യാസ്ട്രുല ആവുന്നു, ഗ്യാസ്ട്രുലയിൽ നിന്ന് അടുത്ത സ്റ്റേജിലേക്ക് കയറുമ്പോഴത്തേക്കും ഗ്യാസ്ട്രുല കഴിഞ്ഞ് ഓർഗൻസ് ഉണ്ടാകാൻ തുടങ്ങുന്നു. ഈ സ്റ്റേജിലൊക്കെ ഈ പറഞ്ഞ മോർഫോജനറ്റിക് മൂവ്മെന്റ്സ് നടക്കുന്നുണ്ട്. ഗ്യാസ്ട്രുലേഷൻ, ഓർഗനോജനസിസ് സ്റ്റേജ്, പിന്നെ ടാബുലേഷൻ സ്റ്റേജ്, ഇതിലെല്ലാം മോർഫോജനറ്റിക് മൂവ്മെന്റ്സ് ഇൻവോൾവ് ആണ്. മോർഫോജനറ്റിക് മൂവ്മെന്റ്സ് നമ്മൾ രണ്ടായിട്ട് പ്രധാനമായിട്ട് തരംതിരിക്കുന്നു: എപ്പിബോളി ആൻഡ് എംബോളി. എപ്പിബോളി ആൻഡ് എംബോളി. എപ്പിബോളി എന്ന് പറഞ്ഞാൽ എക്ടോഡേർമൽ, ആ പുറത്തുള്ള ലെയർ ഓഫ് സെൽസിലെ പുറമേ ഉള്ള ലെയർ ഓഫ് സെൽ. ഒരു സർക്കിൾ നിങ്ങൾ സങ്കല്പിക്കുക. ഇപ്പൊ എന്റെ സർക്കിൾ ഇല്ലാത്തതുകൊണ്ട് ഐ എം ടേക്കിംഗ് ദിസ് ബോക്സ്. ഈ ബോക്സ് നിങ്ങൾ സങ്കല്പിക്കുക. ഇതിന്റെ മുകളിലുള്ള സെൽസ് ജസ്റ്റ് സ്പ്രെഡ് ചെയ്യുന്ന ഒരവസ്ഥ. അതിന്റെ ഉള്ളിലേക്ക് ഇതിങ്ങനെ ഒരു സ്പേസ് ഉണ്ട്, റൈറ്റ്? ഇതിന്റെ ഉള്ളിലേക്കൊന്നും കയറുന്നില്ല. ഇതിന്റെ മുകളിൽ മാത്രം, ഇവിടെയൊക്കെ മാത്രം കിടന്നിരുന്ന സെൽസ് മൊത്തം ഇതിന് ചുറ്റും സ്പ്രെഡ് ചെയ്യുന്നൊരു അവസ്ഥയ്ക്കാണ്, അഥവാ ഒരു ആന്റീരിയർ പോസ്റ്റീരിയർ എക്സ്റ്റൻഷൻ ആണ് എപ്പിബോളി എന്ന് പറയുന്നത്. സർഫസിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യണം. എംബോളി ഓൺ ദ അതർ ഹാൻഡ്, സർഫസ് മൂവ്മെന്റ് അല്ല അവിടെ നടക്കണേ. ഈ പുറമേ ഉള്ള സാധനം ഇതിന്റെ ഉള്ളിട്ട് കയറി പോവാം. ഇതിന്റെ ഉള്ളിലേക്ക് കയറി ഉള്ളിൽ സ്പ്രെഡ് ചെയ്ത് വരുന്ന ഒരു അവസ്ഥയ്ക്കാണ് എംബോളി എന്ന് പറയുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? എപ്പിബോളി എന്ന് പറഞ്ഞ ആന്റീരിയർ പോസ്റ്റീരിയർ ഡയറക്ഷന്റെ ഓൺലി ഓവർ ദ സർഫസ്. ഗ്യാസ്ട്രുല ആയി മാറുമ്പോൾ ഗ്യാസ്ട്രുലയുടെ പുറമേ ഉള്ള ഭാഗത്ത് ഈ സെൽസ് മൊത്തം സ്പ്രെഡ് ചെയ്ത് കയറുന്ന ആ സെൽസ് ഗ്യാസ്ട്രുല പുറത്തൂക്കടെ സർഫസിലൂടെ ഉള്ള മൂവ്മെന്റിനാണ് എപ്പിബോളി എന്ന് പറഞ്ഞത്. എംബോളി എന്ന് പറഞ്ഞാൽ സർഫസിലൂടെ അല്ല, ഉള്ളിലേക്ക്, ഗ്യാസ്ട്രുലയുടെ ഉള്ളിലേക്ക് സെൽസ് കയറിപ്പോകുന്നതിനാണ് എംബോളി എന്ന് പറയുന്നത്. ഇതെല്ലാം ഓരോ ടൈപ്പ് ഓഫ് മോർഫോജനറ്റിക് മൂവ്മെന്റ്സ് ആയി പറഞ്ഞിരിക്കുന്നത്. എപ്പിബോളി ഈസ് ലൈക്ക് ദിസ്. ബാക്കിയെല്ലാം ഈ പറഞ്ഞ എംബോളിക് മൂവ്മെന്റ് കൂടെ നമുക്ക് പറയാം. ഇന്റർകാലേഷൻ, ഇടവിട്ട് ഇങ്ങനെ കയറി വരുന്നത്. കൺവേർജൻസ്, പല സെൽസ് ഒരുമിച്ച് കയറി യൂണിഫൈഡ് ആയിട്ട് കയറുന്നത്. ഇതെല്ലാം ഓരോ ടൈപ്പ് ഓഫ് മൂവ്മെന്റ് ആണ്. ജസ്റ്റ് ഷോ ദാറ്റ് ഞാനത് കാണിച്ചെന്ന് മാത്രം. അപ്പൊ എപ്പിബോളി മനസ്സിലായല്ലോ. ആന്റീരിയർ പോസ്റ്റീരിയർ ഡയറക്ഷനില് ഔട്ടർ സർഫസിൽ സ്പ്രെഡ് ചെയ്ത് ഇറങ്ങുന്നതിനാണ് എപ്പിബോളി എന്ന് പറയുന്നത്. ഇനി എംബോളിയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കുറെ ടൈപ്സ് ഓഫ് എംബോളിക് മൂവ്മെന്റ്സ് ഉണ്ട്, നമുക്കത് പഠിക്കാനുണ്ട്. എംബോളി എന്ന് പറഞ്ഞാൽ എന്താണ്? സർഫസിൽ നിന്ന് ഉള്ളിലേക്ക് കയറുക. പുറമെ ഉണ്ടാകുന്ന സെൽസ് ഉള്ളിലേക്ക് കയറുന്ന അവസ്ഥ. അങ്ങനെ ഉള്ളിലേക്ക് കയറുന്നതുകൊണ്ടാണ് ഡബിൾ അല്ലെങ്കിൽ ട്രിപ്പിൾ ലെയർ ഉണ്ടാവുന്നത്. ഒറ്റ ലെയർ ആകുന്ന ബ്ലാസ്റ്റോഡേം, 2 അല്ലെങ്കിൽ 3 ലെയർ ആയി മാറുന്ന എക്ടോഡേം, എൻഡോഡേം, മീസോഡേം മുതലായ സാധനങ്ങൾ ഉണ്ടായി വരുന്നത്, ആർക്കെൻഡ്രോൺ ഉണ്ടായി വരുന്നത് ഇത് ഉള്ളിലേക്ക്
ഉള്ളിലേക്ക് കയറുന്നോണ്ടാണ്. ഓക്കെ, അതിലെ ഫസ്റ്റ് ടൈപ്പ് എംബോളിക് മൂവ്മെന്റ്സ് കുറച്ച് ടൈപ്പ് നമുക്ക് പഠിക്കാനുണ്ട്. അതിലെ ഫസ്റ്റ് ടൈപ്പാണ് ഇവിടെ കാണിച്ചേക്കുന്നത്, ഇൻവാജിനേഷൻ. ഇൻവാജിനേഷൻ നമുക്ക് കേട്ട് പരിചയമുള്ളതാണ്. സെൽ ബയോളജിയിലൊക്കെ ഇൻവാജിനേറ്റ് ചെയ്ത് പൗച്ച് ഉണ്ടായതൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇൻവാജിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആ ഔട്ടർ ലെയർ ഓഫ് സെല്ല് ഉള്ളിലേക്ക് ഒരു പൗച്ച് ഉണ്ടാക്കുന്നു. ഉള്ളിലേക്ക് ഒരു സഞ്ചി പോലെ, ഉള്ളിലേക്ക് ഒരു ഫോൾഡിങ് ഉണ്ടായിട്ട് ഉള്ളിലേക്ക് ഒരു സഞ്ചി പോലെ ആയി കയറുന്നു. അപ്പൊ അങ്ങനെ ആ സഞ്ചി പോലെ ആയി കയറുമ്പോഴത്തേക്കും ആ ഫോൾഡിങ്ങിന്റെ ഉള്ളിലത്തെ ഭാഗമാണ് ഈ ഒരു ക്യാവിറ്റിയാണ് ആർക്കെൻഡ്രോൺ ആയി മാറുന്നത്. അതിന്റെ ഓപ്പണിംഗ് ആണ് ബ്ലാസ്റ്റോപോർ ആയിട്ട് മാറുന്നത്. ഇത് എന്താണ്? ബ്ലാസ്റ്റോസീലാണ്, ഓൾറെഡി ഉള്ള സാധനമാണ്. ബ്ലാസ്റ്റോസീലാണ്. ഔട്ടർ ലെയർ എക്ടോഡേം ആയി ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ഉള്ളിലേക്ക് കയറിയേക്കുന്ന സഞ്ചി പോലെ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് കയറിയേക്കുന്നത് എൻഡോഡേം ആയി മാറിയേക്കുന്നു. അത് കയറുന്നത് മൂലം ഉണ്ടായി വന്ന ഒരു പുതിയ ക്യാവിറ്റി, അത് ആർക്കെൻഡ്രോൺ എന്നറിയപ്പെടുന്നു. ഇതിന്റെ ഓപ്പണിംഗ് ബ്ലാസ്റ്റോപോർ ആയി മാറുന്നു. ഈ ബ്ലാസ്റ്റോപോർ ആണ് ഏനസ് അല്ലെങ്കിൽ മൗത്ത് ഒക്കെ ആയി മാറുന്നത്. അത് ബ്ലാസ്റ്റോപോർ എന്തായി മാറുന്നു എന്നതനുസരിച്ചാണ് പ്രോട്ടിസ്റ്റോം, യൂട്രോസ്റ്റോം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. ഇനി ആദ്യം നമ്മൾ കണ്ടത് എന്തായിരുന്നു? ഇൻവാജിനേഷൻ നമ്മൾ കണ്ടു അല്ലെ? ഇൻവാജിനേഷൻ കഴിഞ്ഞിട്ടുള്ളതാണ് ഇൻവല്യൂഷൻ. ഇൻവാജിനേഷൻ ആണ് ഈ കണ്ടത്, ഉള്ളിലേക്ക് ഒരു പൗച്ച് പോലെ ഉണ്ടാവും. അത് വീണ്ടും എടുത്ത് കാണിച്ചത് ഇൻവാജിനേഷനും ഇൻവല്യൂഷനും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇതെടുത്ത് കാണിച്ചത്. ഓരോന്നും നിങ്ങളുടെ ടെക്സ്റ്റിൽ ഓരോന്നിനും ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഫിഗർ അറിഞ്ഞിരിക്കണം. എസ്സേ ഇത് ചോദിക്കുമ്പോൾ ഫിഗർ സഹിതം വേണം നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ. ആൻഡ് യു ഹാവ് ടു മെൻഷൻ ദ എക്സാമ്പിൾ ഓൾസോ. എക്സാമ്പിളും നിങ്ങളുടെ ടെക്സ്റ്റിൽ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഫൈൻ. ഇൻവല്യൂഷൻ നെക്സ്റ്റ് എംബോളിക് മോർഫോജനറ്റിക് മൂവ്മെന്റ് ആണ് ഇൻവല്യൂഷൻ എന്ന് പറഞ്ഞാൽ. അതിന്റെ ഡെഫിനിഷൻ കാണുമ്പോൾ നമുക്ക് ഇൻവാജിനേഷനും ഇൻവല്യൂഷനും സെയിം തന്നെ അല്ലേ എന്ന് തോന്നിയേക്കാം. രണ്ടും ഉള്ളിലേക്ക് കയറുകയാണ്. ഔട്ടർ ലെയർ ഓഫ് സെല്ല് ഉള്ളിലേക്ക് കയറുന്നതിനാണ്. ഈ രണ്ടും ഏകദേശം സിമിലർ ആണ്. പക്ഷെ ഇവിടെ കയറുന്നത് ഒരു പൗച്ച് പോലെയാണ് കയറിപ്പോകുന്നത്. ഇവിടെയോ നേരെ ഒരു ഇൻടേണിംഗ് ആണ്. പുറമേട്ട് വളരേണ്ട സാധനം അല്ലെങ്കിൽ പുറമേല് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വളരേണ്ട സാധനം ഇതിന്റെ ഉള്ളിലേക്ക് കയറി ഇങ്ങനെ വളരുക. ഓക്കെ, ഉള്ളിലേക്ക് കയറി ടേണിൻ ചെയ്ത് വളരുന്ന ഒരവസ്ഥ, അതാണ് ഇൻവല്യൂഷൻ. ഇമാജിനേഷൻ എങ്ങനെയായിരുന്നു? ഉള്ളിലേക്ക് കയറുക, ഒരു പൗച്ച്, ഒരു സഞ്ചി പോലെ ഉള്ളിലേക്ക് കുഴിഞ്ഞ് ഇറങ്ങുന്നതിനാണ് ഇൻവാജിനേഷൻ എന്ന് പറയുന്നത്. ഇൻവല്യൂഷനോ വാട്ട് ഇസ് ഹാപ്പനിങ്? ചുമ്മാ ഇങ്ങനെ വളരേണ്ട സാധനം സെൽസ് ഡിവൈഡ് ചെയ്ത് ഇങ്ങനെ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ, മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വളരേണ്ട സാധനം ഉള്ളിലേക്ക് കയറി ഇങ്ങനെ വളർന്നു കയറുന്ന ഒരവസ്ഥ, ഇൻവല്യൂഷൻ. ഇറ്റ്സ് ക്ലിയർ ഇൻ ദ ഫിഗർ ഐ ഗെസ്. നോക്കിക്കേ, ഇതിന്റെ പാത്ത് ഓഫ് മൂവ്മെന്റ് ഇങ്ങനെ പുറമെ ഉണ്ടായിരുന്ന സാധനം ഇതിലൂടെ അങ്ങ് കയറുകയാണ്. ഈ രണ്ട് സൈഡിൽ നിന്നും, ഇവിടെ നിന്നാണെങ്കിൽ ഫ്രം ദ ബോട്ടം അപ്വേർഡ്സ്, ഫ്രം ദിസ് സൈഡ് ഫ്രം ദ ബോട്ടം അപ്വേർഡ്സ്, ഇങ്ങനെയാണ് അത് വളർന്ന് കയറിക്കൊണ്ടിരിക്കുന്നത്. ദാറ്റ് ഈസ് ഇൻവല്യൂഷൻ. ഇനി നെക്സ്റ്റ് വൺ ഇസ് ഇൻഗ്രഷൻ. ഇൻഗ്രഷൻ എന്ന് പറയുന്നത് പുറത്തെ ലെയർ ഓഫ് സെൽസ്, അതായത് നമ്മുടെ ബ്ലാസ്റ്റോഡേമിൽ നിന്ന് കുറച്ച് സെൽസ് ഗ്രൂപ്പ്സ് ആയിട്ട്, ഒന്നും ഒറ്റയായിട്ട് നടക്കാറുണ്ട്, സിംഗിൾ ആൻഡ് ഗ്രൂപ്പ്സ് ആയിട്ട് നടക്കാറുണ്ട്. ബട്ട് യൂഷ്വലി സെൽസ് ഫ്രം ദ ബ്ലാസ്റ്റോഡേം താഴത്തേക്ക് വീഴുന്ന ആ ബ്ലാസ്റ്റുലയിലേക്ക്, ക്യാവിറ്റിയിലേക്ക് വീണ് അത് ഒരു ലെയറായി മാറുന്ന അവസ്ഥയ്ക്കാണ് നമ്മൾ ഇൻഗ്രഷൻ എന്ന് പറയുന്നത്. അപ്പൊ സിംഗിൾ സെൽസ് ആയിട്ട്, ഇൻഡിവിജ്വൽ സെൽസ് ആയിട്ടാണ് അത് വീഴുന്നതെങ്കിൽ അതിനെ നമ്മൾ യൂണിപോളാർ എന്ന് വിളിക്കുന്നു, യൂണിപോളാർ ഇൻഗ്രഷൻ എന്ന് വിളിക്കുന്നു. ഗ്രൂപ്പ്സ് ഓഫ് സെൽസ് ആയിട്ടാണ് വീഴുന്നതെങ്കിൽ, ഓക്കെ,
ഗ്രൂപ്പ്സ് ഓഫ് സെൽസ് അതും ഒരു സ്ഥലത്തു നിന്നല്ല, പല സ്ഥലങ്ങളിൽ നിന്ന്. ഇതിപ്പം ഒരു സ്ഥലത്തു നിന്ന് മാത്രമേ വീഴുന്നുള്ളൂ. ഇപ്പൊ ഇവിടുന്നും ഒക്കെ സൈമിൾട്ടേനിയസ്ലി ഇങ്ങ് പറഞ്ഞു വീഴുന്ന പോലെ വീഴാം. അങ്ങനെയാണ് വീഴുന്നതെങ്കിൽ നമ്മൾ അതിനെ മൾട്ടിപോളാർ ഇൻഗ്രഷൻ എന്ന് പറയുന്നു. അങ്ങനെ വീഴുന്ന സെല്ല് ഈ പറഞ്ഞ ബ്ലാസ്റ്റോസീലിന്റെ ഉള്ളില് ഒരു ലെയറായി മാറുന്ന അവസ്ഥ, ദാറ്റ് ഇസ് ഇൻഗ്രഷൻ. നെക്സ്റ്റ് വൺ ഇസ് ഡീലാമിനേഷൻ. ഡീലാമിനേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ സെപ്പറേഷൻ ഓഫ് ലെയേഴ്സ് എന്ന് പറയാം. ഓക്കെ, ഇപ്പൊ നമ്മൾ ലാമിനേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ നമ്മുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ ലാമിനേറ്റ് ചെയ്യത്തില്ലേ, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ നമ്മൾ ഭംഗിയായിട്ടിരിക്കാനായിട്ട് ലാമിനേറ്റ് ചെയ്യില്ല, എന്തൊരു കവറിങ് കൊടുക്കുക, ഒരു അഡീഷണൽ കവറിങ് കൊടുക്കുന്നതിനാണ് ലാമിനേറ്റ് ചെയ്യാന്ന് പറയുന്നത്. ഡീലാമിനേഷൻ എന്ന് പറഞ്ഞാലോ ഈ കവേർഡ് ആയിട്ട് സാധനത്തിനെ സ്പ്ലിറ്റ് ചെയ്യുന്നതിന്, കവേർഡ് ആയിട്ടിരിക്കുന്ന അല്ലെങ്കിൽ 2 ലെയർ ആയിട്ടുള്ള സാധനത്തിനെ പൊട്ടിക്കുന്നതിന് 2 ലെയർ ആക്കി മാറ്റും. മനസ്സിലായോ? ഇങ്ങനെ ഒരുമിച്ചിരുന്ന 2 ലെയേഴ്സിനെ സ്പ്ലിറ്റ് ചെയ്ത് 2 പ്രത്യക്ഷത്തിൽ തന്നെ 2 മാറ്റുന്ന, ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് ഉണ്ടാക്കി 2 മാറ്റുന്നതിനാണ് ഡീലാമിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒറ്റ ലെയർ ആയിരുന്ന സാധനത്തിനെ അല്ലെങ്കിൽ ഒറ്റ ലെയർ ആയിട്ട് തോന്നിയിരുന്ന സാധനത്തിന്റെ ഇടയ്ക്കൊരു ക്യാവിറ്റി ഉണ്ടാക്കി അതിനെ 2 തിരിക്കുന്നതിനാണ് ഡീലാമിനേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ഇൻഫിൽട്രേഷൻ. ഇൻഫിൽട്രേഷൻ എന്ന് പറഞ്ഞാൽ അഗൈൻ ഔട്ടർ ലെയറിൽ നിന്ന്, ബ്ലാസ്റ്റോഡേമിൽ നിന്ന് താഴത്തേക്ക് സെൽസ് പൊഴിഞ്ഞു വീഴുന്ന ഒരവസ്ഥ. മേളിൽ നിന്ന് താഴത്തേക്ക് നമ്മൾ അരിപ്പയിൽ അരിച്ചാൽ താഴത്തേക്ക് വീഴത്തില്ലേ, താഴത്ത് വീണ് നമ്മുടെ താഴെ ഒരു പാത്രത്തിലായിരിക്കും അരിച്ചെടുക്കുന്നത്, റൈറ്റ്? അപ്പൊ അരിപ്പയിൽ വെച്ചേക്കുന്ന പൊടി യു കൺസിഡർ ഇറ്റ് ആസ് ദ ബ്ലാസ്റ്റോഡേം. ബ്ലാസ്റ്റോഡേമിൽ നിന്ന് താഴത്തേക്ക് അരിഞ്ഞ് ഇറങ്ങി വീഴുന്ന ആ സെൽസ് അത് വേറൊരു ലെയർ ആയിട്ട് ഫോം ചെയ്യുന്നത് സങ്കല്പിക്കുക. താഴെ നമ്മുടെ അടുത്ത പ്ലേറ്റിൽ കിട്ടിയേക്കുന്ന അരിച്ച് കിട്ടിയേക്കുന്ന സാധനം അത് അടുത്ത ലെയർ ആയിട്ട് ഹൈപ്പോ ബ്ലാസ്റ്റ് ആയിട്ട് ഫോം ചെയ്യുന്നു. ഓക്കെ, ദാറ്റ് ഈസ് ഇൻഫിൽട്രേഷൻ. ഫിൽട്ടർ ചെയ്ത് താഴത്തേക്ക് ഇറങ്ങി അത് ഒരു ലെയർ ആയിട്ട് നടക്കുന്നു. ഇനി ഈ ഇൻഫിൽട്രേഷനും ഇൻഗ്രഷനും തമ്മിലുള്ള ചെറിയൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇൻഗ്രഷൻ എവിടെ നിന്ന് വേണമെങ്കിലും സംഭവിക്കാം. പല സ്ഥലത്തുനിന്ന് പല ഏരിയാസിൽ നിന്നും, മുകളിൽ നിന്നും താഴത്തുനിന്നും സൈഡിൽ നിന്നും ഒക്കെ മൾട്ടിപോളാർ ഇൻഗ്രഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ഇറ്റ് ഓൾവേസ് ഹാപ്പൻസ് ഫ്രം ഇവിടെ ആ ഒരു ബ്ലാസ്റ്റോഡേമിന്റെ മുകളിലത്തെ ഭാഗത്തുനിന്ന്, ഓക്കെ, യൂക്ലിഡൻ ആയിട്ടുള്ള ആ ഒരു ഭാഗത്തുനിന്ന് താഴത്തേക്ക് ഒരു വൺ വേ ഫ്ലോ മാത്രമാണ്, 1 ഡയറക്ഷനിലാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് അങ്ങനെ ഒരു ചെറിയ ഡിഫറൻസ് ആണ് അവിടെ കാണുന്നുള്ളൂ. ഇനി കൺവേർജൻസ് ആൻഡ് ഡൈവേർജൻസ്, that is comparatively easy. കൺവേർജൻസ്, ഡൈവേർജൻസ്. കൺവേർജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? കൺവേർജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ഈസിയല്ലോ. ഇപ്പൊ ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന പോയിന്റ് എങ്കിൽ എന്റെ ഓപ്പണിംഗ് പോയിന്റ്. ഓക്കെ, ഇതാണ് എന്റെ ഓപ്പണിംഗ് പോയിന്റ്. കൺവേർജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും, ഈ സൈഡിൽ നിന്നും എല്ലായിടത്തും വെളിയിലും ഒക്കെ ഉള്ള സാധനം ഈ പോയിന്റിലേക്ക് വന്നു ചേരുന്നതിനാണ് കൺവേർജൻസ് എന്ന് പറയുന്നത്. ഡൈവേർജൻസോ ഇതിന്റെ ഓപ്പോസിറ്റ്. അപ്പൊ ഇൻ ദ കേസ് ഓഫ് ബ്ലാസ്റ്റില് ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് തിരിച്ചു പോകുന്ന, ഈ പോയിന്റിൽ നിന്ന് വേറെ ഡയറക്ഷനിൽ പോകുന്നതിനാണ് ഡൈവേർജൻസ് എന്ന് പറയുന്നത്. അപ്പൊ വീണ്ടും ഞാൻ ആ ബ്ലാസ്റ്റിലെ ഒന്നുകൂടെ എടുക്കുകയാണ്. ബ്ലാസ്റ്റിലയില് കൺവേർജൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ നിന്നുള്ള ബ്ലാസ്റ്റോമിയേഴ്സ്, ഇങ്ങനെയല്ല എന്റെ റൂട്ട്, ബ്ലാസ്റ്റോമിയേഴ്സ് ഇവിടെ നിന്നുള്ള സാധനം ഇങ്ങനെ പോയി. നിങ്ങൾക്ക് ഈ പോയിന്റർ കാണാൻ പറ്റുന്നുണ്ടോ? മൗസിന്റെ പോയിന്റർ കാണാൻ പറ്റുന്നുണ്ടോ? ഈ മൂവ്മെന്റ് ഞാൻ ട്രേസ് ചെയ്യണത്. യെസ്, ഓക്കെ, ഫൈൻ. അപ്പൊ ഈ ബ്ലാസ്റ്റോമിയേഴ്സ് പുറത്ത് ഒറ്റ ലെയർ ആയിട്ടല്ലേ ബ്ലാസ്റ്റുലയിൽ കിടക്കുന്നത്. ആ ഒറ്റ ലെയർ ആയിട്ട് കിടക്കുന്ന സാധനം ഇങ്ങനെ വന്ന് കൺവേർജ് ചെയ്ത് ഈ ഒരു പോയിന്റ് പ്ലാസ്റ്റോപോർ എന്ന പോയിന്റിലേക്ക് കൺവേർജ് ചെയ്ത്, പ്ലാസ്റ്റോപോർ വഴിയാണ് ഈ പറഞ്ഞ ഏത് പ്രോസസ്സസ് ആണെങ്കിൽ ഉള്ളിൽ കയറണമെങ്കിൽ, ആ ഒരു സ്ഫിയറിന്റെ ഉള്ളിൽ കയറണമെങ്കിൽ ഒരു പോയിന്റിലൂടെ അല്ലേ കയറാൻ പറ്റുള്ളൂ. അപ്പൊ
പുറത്തുള്ള സെൽസ് എല്ലാം കൂടെ ഒരു പോയിന്റിലൂടെ കൺവേർജ് ചെയ്ത് ഉള്ളിലേക്ക് കയറുന്നു. കൺവേർജ് ചെയ്യുന്നത് വരെ പോയിന്റ് വരെ എത്തുന്ന ആ ഒരു പ്രോസസ്സാണ് കൺവേർജൻസ്. ഇവിടെ നിന്നുള്ള സെൽസ് പ്ലാസ്റ്റോപോറിലേക്ക് കൺവേർജ് ചെയ്യുന്നു, ഇവിടെ നിന്നുള്ള ബ്ലൂ സെൽസ് പ്ലാസ്റ്റോപോറിലേക്ക് കൺവേർജ് ചെയ്യുന്നു. ദാറ്റ് ഇസ് കൺവേർജൻസ്. ഇനി പ്ലാസ്റ്റോപോറിന്റെ അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നടക്കുന്നതാണ് ഡൈവേർജൻസ്. പിന്നെ എന്താ, പിന്നെ വീണ്ടും പ്ലാസ്റ്റോപോറിന്റെ അവിടെ തിങ്ങിക്കൂടുകയല്ല ചെയ്യുന്നത്, അവിടെ നിന്ന് വേറെ പല സ്ഥലത്തേക്ക് പോവുകയാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടൊക്കെ മാറിപ്പോവുകയാണ്. അതിനാണ് ഡൈവേർജൻസ് എന്ന് പറയുന്നത്. പ്ലാസ്റ്റോപോറിന്റെ ഉള്ളിലേക്ക് വരുന്ന, അതൊരു എക്സാമ്പിൾ മാത്രമാണ്, പ്ലാസ്റ്റോപോറിന്റെ ഉള്ളിലേക്ക് വരുന്ന ആ ഒരു മൂവ്മെന്റ് കൺവേർജൻസിന്റെ എക്സാമ്പിളും, പ്ലാസ്റ്റോപോറിന്റെ ഉള്ളിൽ നിന്ന് അല്ലെങ്കിൽ ബ്ലാസ്റ്റോപോറിൽ നിന്ന് ക്യാവിറ്റിയുടെ ഉള്ളിലേക്കുള്ള മൂവ്മെന്റിനെ നമുക്ക് ഡൈവേർജൻസ് എന്നും പറയാം. എക്സാമ്പിൾ ഓഫ് കൺവേർജൻസ് ആൻഡ് ഡൈവേർജൻസ് ആയിട്ട് പറയാവുന്നതാണ്. കൺവേർജൻസ് ആൻഡ് ഡൈവേർജൻസ്. അതോടെ നമ്മുടെ മോർഫോജനറ്റിക് മൂവ്മെന്റ്സ് കഴിഞ്ഞു. എപ്പിബോളി പറഞ്ഞു, എംബോളി. മോർഫോജനറ്റിക് മൂവ്മെന്റ്സ് എന്തായിരുന്നു? ദ മൂവ്മെന്റ് ഓഫ് ദ ബ്ലാസ്റ്റോമിയസ് ടു ഡിഫറെന്റ് റീജിയൻസ് ഓഫ് ദ എംബ്രിയോ. അതിനാണ് മോർഫോജനറ്റിക് മൂവ്മെന്റ്സ് എന്ന് പറയുന്നത്. അത് 2 തരമുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. എപ്പിബോളി, എംബോളി ഉണ്ടെന്ന് പറഞ്ഞു. സർഫസിൽ മാത്രം, ആന്റീരിയർ പോസ്റ്റീരിയർ ഡയറക്ഷനിൽ മാത്രം നടക്കുന്നതിന് എപ്പിബോളി എന്ന് പറഞ്ഞു. എംബോളി എന്ന് പറഞ്ഞു ഉള്ളിലേക്കുള്ള മൂവ്മെന്റ് ആണ്. എംബോളി നടക്കുന്നതാണ് കൊണ്ടാണ് പല ലെയേഴ്സ് ഒക്കെ ഉണ്ടാവുന്നത് നമ്മൾ പറഞ്ഞു. എംബോളിക് മൂവ്മെന്റ്സ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചത് ഇൻവാജിനേഷൻ, ഇൻവല്യൂഷൻ, ഇൻഗ്രഷൻ, ഡീലാമിനേഷൻ, ഇൻഫിൽട്രേഷൻ, കൺവേർജൻസ് ആൻഡ് ഡൈവേർജൻസ്. ഇനി ഒരു കോൺസെപ്റ്റ് കൂടി പറഞ്ഞ് നിർത്തുകയാണ്. ഈ ട്രൈ ലെയർ ഫോർമേഷൻ മെയിൻലി നടക്കുന്നത് ബ്ലാസ്റ്റുല സ്റ്റേജിലാണെന്ന് നമുക്ക് മനസ്സിലായി. ഇത്രയും ക്ലാസ്സിൽ പറഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായി ട്രൈ ലെയർ ഫോർമേഷൻ നടക്കുന്ന ബ്ലാസ്റ്റുലാണ്. ഇനി ഈ ട്രൈ ലെയർ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ടും അറിയാവുന്നതാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമുക്ക് പരിചയമുള്ളതാണ്. നിങ്ങൾ കൊച്ചു ക്ലാസ് തൊട്ട് എക്ടോഡേം, എൻഡോഡേം, മീസോഡേം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. ഔട്ടർ ലെയർ എക്ടോഡേം അല്ലെ, ഇന്നർ ലെയറിനെ നമ്മൾ എൻഡോഡേം എന്ന് പറയുന്നു. എക്ടോഡേം ആണ് പ്രധാനമായിട്ട് എക്സോസ്കെലിറ്റൻ ഒക്കെ ഉണ്ടാക്കുന്നത്. എൻഡോഡേമിൽ നിന്നാണ് നമ്മുടെ ഓർഗൻ ലൈനിങ്സ് ഒക്കെ ഉണ്ടായി വരുന്നത്. പിന്നെ മീസോഡേം ആണ് ഓർഗൻസ് ആയിട്ട് മാറുന്നതെന്ന് നമുക്കറിയാം. ഇനി ഈ ഒരു കോൺസെപ്റ്റ് ഇത് നമുക്കറിയാമെങ്കിലും ഈ ഒരു കോൺസെപ്റ്റ് ഇങ്ങനെ ജേം ലെയർ എന്ന കോൺസെപ്റ്റ് ആയിട്ട് പറഞ്ഞത് ഒരു ക്രിസ്ത്യൻ പാൻഡർ എന്ന് പറഞ്ഞ ക്രിസ്ത്യൻ പാൻഡർ എന്ന് പറഞ്ഞൊരു എംബ്രിയോളജിസ്റ്റ് ആണ്. ഇങ്ങനെ 3 ജേം ലെയേഴ്സ് ഉണ്ട്. എക്ടോഡേം, എൻഡോഡേം, മീസോഡേം എന്ന് പറഞ്ഞ 3 ജേം ലെയേഴ്സ് ഉണ്ട്. ആ 3 ജേം ലെയേഴ്സിൽ നിന്നാണ് ഇവിടെയൊക്കെ നോക്കി കൃത്യമായിട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലായി. സൈഗോട്ടായിരുന്ന സാധനം ബ്ലാസ്റ്റിലെ ആകുമ്പോഴത്തേക്ക് ഈ ഒരു കോലത്തിൽ, അതായത് എക്ടോഡേം ഉണ്ട്, പിന്നെ ഉള്ളിൽ കുറെ സെൽസ് ഉണ്ട്. ആ ഒരു രീതിയിലായിട്ട് ഇരിക്കുന്ന സാധനത്തിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് പുറമെ ഒരു ലെയർ, ഉള്ളിൽ എൻഡോഡേം, നടുക്കുള്ള മീസോഡേം, പിന്നെ ക്യാവിറ്റി ഭാഗമായിട്ട് മാറുന്ന ആ ഒരു കളറിൽ നിന്ന് നിങ്ങൾക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഈ 3 റീജിയൻ ആണ് എക്ടോഡേം, മീസോഡേം, എൻഡോഡേം എന്ന് പറഞ്ഞ 3 റീജിയൻ ആണ് അൾട്ടിമേറ്റ്ലി നമ്മുടെ എന്താണ് ഓരോ ഓർഗൻസ് ആയിട്ടും നമ്മുടെ ലൈനിങ്സ് ആയിട്ടും ഒക്കെ മാറുന്നത് എന്ന്, എക്സോസ്കെൽറ്റനുമായിട്ടൊക്കെ മാറുന്നതെന്ന് പ്രപ്പോസ് ചെയ്ത ആളാണ് പാൻഡർ. ഓക്കെ, ദർ ആർ പ്രൈമർലി 3 ജേം ലെയേഴ്സ്. ഈ ജേം ലെയേഴ്സിൽ നിന്നാണ് ബാക്കി എല്ലാം ഉൾത്തിരിഞ്ഞ് വരുന്നത് എന്ന് ഈ പാൻഡർ, ക്രിസ്ത്യൻ പാൻഡർ എന്ന് പറഞ്ഞ എംബ്രിയോളജിസ്റ്റ് ആണ് പ്രപ്പോസ് ചെയ്തത്. ഓക്കെ, ഇനി മീസോഡേം എന്ന് പറഞ്ഞ ആ മിഡിൽ ലെയറിന് മീസോഡേം എന്ന് വിളിച്ചത് ഹക്സ്ലി എന്ന് പറഞ്ഞൊരു എംബ്രിയോളജിസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു പിക്ചറിൽ നിന്ന് ഏകദേശം ഒരു ധാരണ നമുക്ക് കിട്ടും പെട്ടെന്ന്. അതിന്റെ ടെക്സ്റ്റിൽ അതിന്റെ ലെയേഴ്സ് ആയിട്ട് തന്നെ ഓരോ ലെയറും എന്തായി മാറുന്നു എന്ന് കാണിച്ചിട്ടുണ്ട്. അത് നോട്ട് ഇൻക്ലൂഡഡ് ദാറ്റ് ടെക്സ്റ്റിൽ അങ്ങനെ തന്നെ കൊടുത്തിട്ടുള്ളതുകൊണ്ട്. എക്ടോഡേം എന്തൊക്കെയായിട്ട് എപ്പിഡേമിസ്, സ്കിൻ ഡെറിവേറ്റീവ്സ്, ആന്റീരിയർ പിറ്റ്യൂട്ടറി, പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി, നെർവസ് സിസ്റ്റം, സെൻസ് ഓർഗൻസ് ഒക്കെ ആയിട്ടാണ് എക്ടോഡേം മാറുന്നത്. മീസോഡേം ആണെങ്കിൽ ഡെർമിസ് ഓഫ് ദ സ്കിൻ,
സ്കെൽറ്റൽ സിസ്റ്റം, മസിൽസ് മുതലായ ഹാർട്ട് ഒക്കെ ആയിട്ട് മാറുന്നു. ആൻഡ് എൻഡോഡേം, ഡൈജസ്റ്റീവ് സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, എൻഡോക്രൈൻ ഗ്ലാൻസ്, വജൈന, പല ഓർഗൻസിന്റെ ലൈനിങ് ഒക്കെയാണ് എൻഡോഡേമിൽ നിന്ന് ഉണ്ടായി വരുന്നത്. ഇത്രയും ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ടേബിൾ ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. ആ ടേബിൾ കോളത്തിന്റെ ഉള്ളിലുള്ള ഡീറ്റെയിൽസ് യു ഷുഡ് നോ. കാരണം ജേം ലെയറിന്റെ കോൺസെപ്റ്റിനെ കുറിച്ച്, അല്ലെങ്കിൽ റൈറ്റ് നോട്ട് ഓൺ ജേം ലെയേഴ്സ് എന്ന് പറഞ്ഞൊരു 5 മാർക്ക് ക്വസ്റ്റ്യന് ചോദിക്കാവുന്നതാണ്. അപ്പൊ ഇതൊക്കെ കയറിയാലേ നമുക്ക് 5 മാർക്കിനുള്ള കണ്ടന്റ് ആവത്തുള്ളൂ. അപ്പൊ ആരാണ് ആ ടേം പറഞ്ഞത്, ആരാണ് ഈ ഒരു കോൺസെപ്റ്റ് പ്രപ്പോസ് ചെയ്തത്, പിന്നെ വാട്ട് ഈസ് എന്താ ഡിപ്ലോബ്ലാസ്റ്റിക് ഓർഗാനിസംസ് എന്താണ്, ട്രിപ്ലോബ്ലാസ്റ്റിക് ഓർഗാനിസം, അതെല്ലാം ജേം ലെയറിന്റെ കൂട്ടത്തിൽ നമുക്ക് പറയാൻ പറ്റുന്നു. ഡിപ്ലോബ്ലാസ്റ്റിക് എന്താ, 2 ലെയർ എക്ടോഡേമും എൻഡോഡേമും മാത്രമുള്ള ഓർഗാനിസത്തിനാണ് ഡിപ്ലോബ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. ട്രിപ്ലോബ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താ, എക്ടോ, എൻഡോ ആൻഡ് മീസോഡേം ഉള്ള ഓർഗാനിസത്തിനാണ് ട്രിപ്ലോബ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ. ഹയർ ഫോംസ് ഒക്കെ ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്. ഫോസെ മനുഷ്യരൊക്കെ ട്രിപ്ലോബ്ലാസ്റ്റിക് ഫോംസ് ആണ്. ഈ ട്രിപ്ലോബ്ലാസ്റ്റിക് ആണെങ്കിൽ 3rd ലെയർ ആയ മീസോഡേം ഉണ്ടായി വരുന്നതിന്റെ രീതികളെ കുറിച്ച് നമ്മള് നിങ്ങള് ഫസ്റ്റ് സെമിലോ സെക്കൻഡ് സെമിലോ ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. എന്താ ബേസിക്സ് പഠിച്ച കൂട്ടത്തില് എങ്ങനെയാണ് മീസോഡേം ഉണ്ടായി വരുന്നതെന്ന്. മീസോഡേം എക്ടോഡേമിൽ നിന്ന് ഒരു എക്ടോഡേമിന്റെ എൻഡോഡേമിന്റെ ഇടയ്ക്ക് ഒരു സ്പ്ലിറ്റ് ഉണ്ടായിട്ടാണോ ഉണ്ടായി വരുന്നത്, അതോ ഈ പറഞ്ഞ പോലെ എക്ടോഡേമിൽ നിന്ന് ഒരു പൗച്ച് പോലെ ഫോം ചെയ്താണോ ഉണ്ടായി വരുന്നത് മുതലായ കാര്യങ്ങളൊക്കെ ചെറിയ ക്ലാസ്സിലല്ല, നിങ്ങൾ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ പെർസ്പെക്റ്റീവ്സ് പഠിച്ച കൂട്ടത്തിൽ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, ആ കാര്യങ്ങളൊക്കെ if it is asked for a 5 mark question, you can include over here. Okay, enterocoelus, schizocele, ആ വാക്കുകൾ പഠിച്ചിട്ടുണ്ടോ? enterocoelus-ഉം schizocele കണ്ടീഷൻ എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് ഈ സീലോം ഉണ്ടായി വരുന്നത്. അപ്പൊ സീലോമിന്റെ ലൈനിങ് ആണല്ലോ മീസോഡേം എന്ന് പറയുന്നത്. സീലോമിന്റെ അപ്പുറം ഇപ്പുറമുള്ള ലൈനിങ്ങിനാണ് മീസോഡേം എന്ന് പറയുന്നത്. അപ്പൊ സീലം എങ്ങനെ ഉണ്ടായി വന്നെന്ന് പറഞ്ഞാൽ നമുക്ക് മീസോഡേം എങ്ങനെ ഉണ്ടായി വന്നെന്ന് പറയാൻ പറ്റും. എന്ററോസീലസ് കണ്ടീഷൻ, ഷൈസോസീലസ് കണ്ടീഷൻ, അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ജനറൽ കോൺസെപ്റ്റ്സ് നിങ്ങളെ പഠിപ്പിച്ച കൂട്ടത്തിൽ സാർ പഠിപ്പിച്ചിട്ടുണ്ടാവും ആ ഭാഗങ്ങൾ. ഷൈസോസീലസ് ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു സ്പ്ലിറ്റ് ഉണ്ടായി, അങ്ങനെയാണ് ഉണ്ടായി വരുന്നത്. എക്സിസ്റ്റിംഗ് ഏരിയയിൽ ഒരു സ്പ്ലിറ്റ് ഉണ്ടായി ഒരു 2ആയി മാറി, അങ്ങനെ ഉണ്ടായി വരുന്നത്. എന്ററോസീലോം ആണെങ്കിൽ എൻട്രോൺ അല്ലെങ്കിൽ ഗട്ടിൽ നിന്ന് ഇൻവാജിനേഷൻസ് ആയിട്ട് സാക്ക് പോലെ ഉണ്ടായ സാക്കുകളെല്ലാം കൂടെ ചേർന്ന് വേറെ ഒരു റീജിയനായി മാറി, അങ്ങനെയാണ് സീലോം ഉണ്ടായി വരുന്നത്. സീലോമിന്റെ അപ്പുറം ഇപ്പുറയാണ് നമ്മുടെ മീസോഡേം വരുന്നത്. സോ ദിസ് ഇസ് ഇറ്റ് അബൌട്ട് ദ ജേം ലെയർ കോൺസെപ്റ്റ്. അപ്പൊ ഇന്ന് മിസ് എടുക്കാൻ ഉദ്ദേശിച്ച ഭാഗം ഇസ് ഓവർ. ഇതിൽ ഏതെങ്കിലും ഭാഗം if it is not clear, you please ask me, അല്ലെങ്കിൽ we can wind up the session. If anything that we discussed it's not clear, you may switch on your mic and ask, അല്ലെങ്കിൽ chat box il idu, else we can wind up the session. No doubt. Okay. ഇന്നലത്തെ ഈ റെക്കോർഡഡ് നമ്മുടെ ലൈവ് സെഷന്റെ റെക്കോർഡിംഗ് ഞാൻ ഇട്ടിരുന്നു. കാണാത്തവര് കണ്ടിട്ടുണ്ടോ? ഒന്ന് ഇന്നലെ ജോയിൻ ചെയ്യാൻ പറ്റാത്തവര് ആരെങ്കിലും കയറി നോക്കിയിരുന്നോ? ഞാൻ ഗൂഗിൾ ക്ലാസ്സിൽ അതിന്റെ ലിങ്ക് ഇട്ടിരുന്നു. രണ്ട് ഹെഡായിട്ടാണ് ഇന്നലെ പഠിപ്പിച്ചത് ഞാൻ ഇട്ടിരുന്നത്. അതില് ഒരു സെഷന്റെ കൂട്ടത്തില് റെക്കോർഡഡിന്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ്, ഇഫ് യു വോണ്ട് ടു ഗെറ്റ് ബാക്ക്, ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും കേൾക്കണം എന്നുണ്ടെങ്കിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട്, ലിങ്ക് എടുത്ത് നോക്കുക കേട്ടോ. 2 സെഷനായിട്ട് 2 ക്ലാസ് ആണ് ഇന്നലെ ഉണ്ടായിരുന്നത്. പ്ലസ് ഞാൻ
കാൻഡ്ലിംഗ് എക്സ്പെരിമെന്റിന്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു, അത് നിങ്ങൾ നോക്കി വീട്ടിൽ ട്രൈ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, എഗ്ഗിന്റെ കാൻഡ്ലിംഗ്, എഗ്ഗ് ഫെർട്ടൈൽ ആണോ ഇല്ലയോ എന്ന് നോക്കാനുള്ള കാൻഡ്ലിംഗ് എക്സ്പെരിമെന്റ്. വെറുതെ ഒരു ടോർച്ച് നല്ല രീതിയിൽ നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു സർഫസ് ഉണ്ടെങ്കിൽ അതിന്റെ മുകളിൽ വെച്ചാൽ എഗ്ഗ് ട്രാൻസ്ലൂസന്റ് ആണോ ട്രാൻസ്പെറന്റ് ആണോ, അതിൽ നമുക്ക് വല്ല നെറ്റ്വർക്ക് പോലെ കാണാൻ പറ്റുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നുള്ളൂ. അത് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് മൊത്തം ഒരു കട്ടയായിട്ട് ഇച്ചിരി കറുത്താണ് ഇരിക്കണമെങ്കിൽ കേടുള്ള എഗ്ഗ് ആണെന്ന് അർത്ഥം. ഓക്കെ, അപ്പൊ അത് വെച്ച് അതിന്റെ ഒപ്പേസിറ്റി വെച്ചിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നല്ല മുട്ടയാണോ. നല്ല മുട്ട ഞാൻ ഉദ്ദേശിക്കുന്നത് ഫെർട്ടൈൽ ആണോ, ഫെർട്ടൈൽ അത് നമ്മള് പൊരുന്നാൻ വെച്ചാൽ അത് വിരിയോ ഇല്ലയോ എന്ന്, ഫെർട്ടൈൽ എഗ് ആണോ എന്ന് മനസ്സിലാക്കുന്ന കാൻഡ്ലിംഗ് എക്സ്പെരിമെന്റ് വെച്ചാൽ അത് നമുക്ക് എക്സ്പെരിമെന്റ് ചെയ്യാനുണ്ട്, വിച്ച് ക്യാൻ ബി ഡൺ. നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്നതായതുകൊണ്ടാണ് ഞാനത് അതിന്റെ വീഡിയോ മലയാളത്തിലുള്ള ഒരെണ്ണം കൂടിയുണ്ട്, അതും ഇട്ട് തന്നു. അത് നോക്കിയേക്കുക. കൂടാണ്ട് ക്ലാസ് ആയിട്ട് ഇട്ടിരുന്ന 2 ഹെഡായിട്ടാണ് ക്ലാസ് ഇട്ടിരുന്നത്. ഒരു ഹെഡിന്റെ കൂടെ റെക്കോർഡിങ്ങിന്റെ ലിങ്കും ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇഫ് യു നീഡ് യു ക്യാൻ ജസ്റ്റ് റെഫർ ദാറ്റ്. അതുപോലെ ക്ലാസ് എല്ലാവരും കയറിയിട്ടില്ല, കയറാത്തവരോടും ഈ കാര്യം ഒന്ന് പറഞ്ഞേക്കാം. ഇതിന്റെ ലിങ്കും കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഇതിന്റെ റെക്കോർഡിങ്ങിന്റെ ലിങ്ക് മിസ്സിന് കിട്ടത്തുള്ളൂ. ഗൂഗിൾ ഇത് അപ്ലോഡ് ചെയ്ത് പ്രോസസ് ചെയ്ത് കഴിഞ്ഞ് കിട്ടാൻ കുറച്ച് നേരം എടുക്കും. ബൈ ഈവനിങ് എനിവേ ഐ വിൽ അപ്ലോഡ് ഇറ്റ്. ഓക്കെ, ഈ ക്ലാസിന്റെ ലിങ്കും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇപ്പൊ നാളെ സെമിനാറിനുള്ള ആളെ ഞാൻ ഒത്തിരി നേരം കഴിയുമ്പോഴത്തേക്കും ആ വ്യക്തിനെ ഇൻഫോം ചെയ്തേക്കാം. നാളെ ആ പേഴ്സൺ, ഓൺലി 1 person വിൽ ബി ഹാവിംഗ് എ സെമിനാർ. ഞാൻ 1 hour നാളെ ക്ലാസ് എടുക്കുന്നുള്ളൂ. എനിക്ക് 2 hour ഉണ്ടെങ്കിലും മോർണിംഗ് അവർ മാത്രമേ ക്ലാസ് എടുക്കുന്നുള്ളൂ. ഓക്കെ, ക്രിസ്മസ് സെലിബ്രേഷൻ ഒക്കെ അല്ലേ, 11 o'clock കോളേജിന്റെ ക്രിസ്മസ് സെലിബ്രേഷൻ ലൈവ് സ്ട്രീമിംഗ് ആയിരിക്കും. എല്ലാവരും ജോയിൻ ചെയ്യാം. നമ്മുടെ പിള്ളേരുടെ പാട്ട് കൂടിയുണ്ട്. So for the time being we are winding up, we are closing for Christmas. So have a wonderful Christmas. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, ആരോഗ്യമായിട്ടിരിക്കുക. അടുത്ത വർഷമെങ്കിലും നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കാണാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ മിസ് ക്ലോസ് ചെയ്യട്ടെ. Okay, in between maybe we can meet for our association meeting. ഒരു കാര്യം ഞാൻ പറയാൻ പറ്റുപോയി. ഇതിന്റെ ഇടയ്ക്ക് നമ്മള് ട്യൂട്ടോറിയൽ ഒന്നും കൂടാത്തതുകൊണ്ടേ ഒരു കാര്യം അത് കൂടെ പറഞ്ഞിട്ട് നിർത്തിയേക്കാം. നമുക്കേ അസോസിയേഷൻ അതർ ഡേ ഞാൻ ചൈതന്യ മിസ്സിനെ കണ്ടപ്പോഴാ അവിടെ ഇങ്ങനെ നടക്കുന്ന കാര്യം പറഞ്ഞത്. അത് നല്ലൊരു സംഭവമാണ്. ഈ മിസ് ഇങ്ങനെ പുറകെ നടന്ന് നിങ്ങളെ കൊണ്ട് അസോസിയേഷൻ നടത്തുന്നതിന് പകരം എവറി വീക്ക് നിങ്ങൾ ഏതെങ്കിലും ഒരു ഡേ ഫിക്സ് ചെയ്തോ. ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ. ഇപ്പൊ സെക്കൻഡ് ഇയേഴ്സിനെ നിർബന്ധിക്കേണ്ട, അവർക്ക് പരീക്ഷ ഉള്ളത് കൊണ്ട് അവര് അസോസിയേഷൻ മീറ്റിംഗ് കഴിഞ്ഞിട്ട് നിങ്ങൾ തുടങ്ങിയാലും മതി. എങ്ങനെയാണെങ്കിലും ഇറ്റ്സ് ലെഫ്റ്റ് യു. ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ ഒരു 45 minutes വല്ലതും കൂടിയാൽ മതി, സംതിങ്. അത് ചാർജ് ഓരോ ക്ലാസ്സുകാർക്ക് ഏൽപ്പിക്കുക. നമ്മൾ സാധാരണ അസോസിയേഷൻ മീറ്റിംഗ് നടത്തിക്കൊണ്ടിരുന്ന പോലെ ജസ്റ്റ് കം ടുഗെദർ. എന്തെങ്കിലും ഒരു തീം ഉണ്ടാവണം. ആ ഒരു ദിവസത്തേക്ക് എന്തെങ്കിലും ഒരു തീം വെക്കുക. എന്നിട്ട് ഓർഗനൈസ് ചെയ്യുന്ന കുട്ടികൾ അവർ തന്നെ ആവരുത്. അടുത്ത ടൈം ഇപ്പം സെക്കൻഡ് ഇയേഴ്സിനാണ് ഫസ്റ്റ് ചാൻസ് കൊടുത്തതെന്നിരിക്കട്ടെ. സെക്കൻഡ് ഇയറിൽ നിങ്ങൾ ഒരു 5 പേര് വേണം എന്നാണ് നിങ്ങൾ ഡിമാൻഡ് ചെയ്തെന്നിരിക്കട്ടെ. അപ്പൊ 5 പേര് ആയിരിക്കും വെൽക്കം, വോട്ട് ഓഫ് താങ്ക്സും പിന്നെ അതിന്റെ ബാക്കി കോമ്പിയറിങ് അല്ലെങ്കിൽ പരിപാടി അവതരണം എല്ലാം ഈ 5 പേരാ ചെയ്യുന്നത്. വേറെ ആരും ഒന്നും ചെയ്യുന്നില്ല. അവസാനം നമ്മൾ ആരെങ്കിലും ഒരു ഫെലിസിറ്റേഷൻ പോലെ നന്നായിരുന്നു സംതിങ്, അത്രേ ഉള്ളൂ, ഒരു റിമാർക്സ് പറയുന്ന അല്ലാണ്ട് ബാക്കിയെല്ലാം അവരാ നടത്തുന്നത്. നെക്സ്റ്റ് ടൈം ഒരു 2 or 3 ടേൺസ് കഴിയുമ്പോഴത്തേക്കും വീണ്ടും സെക്കൻഡ് ഇയറിന് ചാൻസ് കിട്ടുമല്ലോ. അന്നേരം ഈ 5 പേരെ ഉൾപ്പെടുത്തരുത്, വേറെ ഏതെങ്കിലും 5 പേരെ. സോ ദാറ്റ് ഓൾ ദ സ്റ്റുഡൻസ് ഗെറ്റ് എൻ ഓപ്പർച്യൂണിറ്റി ടു സ്പീക്ക് അപ്പ്. എല്ലാവർക്കും ഒരു സ്റ്റേജ് ഫ്രൈറ്റ് അല്ലെങ്കിൽ പറയാനുള്ള ഒരു വിമുഖത മാറ്റാൻ വേണ്ടി ഇറ്റ് ഈസ് വെരി നൈസ്. നല്ല ഒരു ഐഡിയ ആണ്. അപ്പൊ അത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇഫ് ഇറ്റ് ഇസ് ഫൈൻ വിത്ത് യു ഓൾ, ജസ്റ്റ് ഫിക്സ് എ ഡേ. നമ്മൾ സാധാരണ ഫ്രൈഡേസ് ആണ് നമ്മുടെ അസോസിയേഷൻ മീറ്റിംഗ് കൂടിക്കൊണ്ടിരുന്നത്. ഇഫ് ഫ്രൈഡേ ഇസ് കൺവീനിയന്റ് ഫോർ യു ഓൾ, ഏതെങ്കിലും ഒരു ടൈം ഔട്ട് ഓഫ് അവർ സ്ലോട്ട് നമ്മുടെ സ്ലോട്ട്. ബാക്കിയുള്ളവർക്ക് എനിവേ 1:30 കഴിഞ്ഞിട്ടേ പറ്റത്തുള്ളൂ. കാരണം തേർഡ് ഇയേഴ്സിന് മാത്രമാണ് സുവോളജി അഡ്ജസ്റ്റ് ചെയ്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. ബാക്കി സബ്ജക്ട്സ് ഉള്ളതുകൊണ്ട് 1:30 കഴിഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു ടൈം, ഒരു 45 minutes ഇഫ് യു ക്യാൻ സ്പെയർ, ഇറ്റ് വിൽ ബി ഫൺ ഐ ഗെസ്. പിന്നെ നമ്മുടെ ഒരു ചാനലൊക്കെ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അവസ്ഥ പരിതാപകരമാണെന്ന് ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാലോ. അസോസിയേഷന്റെ യൂട്യൂബ് ചാനല് കുറെ കാലമായി അതിൻ്റെ അകത്ത് എന്തെങ്കിലും കയറിയിട്ട്. അപ്പൊ നിങ്ങളൊക്കെ നല്ല കഴിവുള്ള കൊച്ചുങ്ങളാണ്.
എല്ലാവരുടെയും ഓരോ വീഡിയോസ് ഒക്കെ അവിടെ ഇവിടെ ഒക്കെ ഞാൻ കാണാറുണ്ട്. ഒന്ന് അതിൻ്റെ അകത്തൊക്കെ ഇട്ടുകൂടെ? നമ്മുടെ പിള്ളേരുടെ വീഡിയോസ് എന്ന് പറഞ്ഞ് നമുക്ക് പറയാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അല്ലേ? ഓക്കെ, അപ്പൊ അതിലേക്കും നിങ്ങള് നിങ്ങളുടെ ക്രിയേഷൻസ് സെൻഡ് ഇൻ ചെയ്യുക. അങ്കിത്തേനെയാണ് ചാർജ് ഏൽപ്പിച്ചേക്കണേ. അങ്കിത്തേനെ ബുദ്ധിമുട്ടിക്കാണ്ട് അങ്കിത്തേക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഐ വൈൻഡ് അപ്പ്. ഫൈൻ. അപ്പൊ പോവാട്ടോ. ശരി. ഹാവ് എ വണ്ടർഫുൾ ക്രിസ്മസ്.